വിശ്വാസമെന്നത് ഒരു ബുദ്ധിപരമായ വ്യാപാരമാകാൻ എൻ്റെ സ്വാഭാവിക അവസ്ഥ അതാണ്. ഒരു ബുദ്ധിപരമായ വിനിമയമാണ് വിശ്വാസം. പല കേവല വിശ്വാസങ്ങളുടെയും സ്ഥിതി അതാണ്. അതൊരു ബുദ്ധിപരമായ വിനിമയമായിരിക്കും, പക്ഷെ അത് ഫ്രൂട്ട്ഫുൾ ആകത്തില്ല, വർക്കൗട്ട് ചെയ്യത്തില്ല. ഉടമ്പടിയിൽ നമ്മൾ ചെയ്യുന്നത് വിശ്വാസം എന്ന കേവല ബുദ്ധിപരമായ വിനിമയത്തെ കൺവേർട്ട് ചെയ്യും. എങ്ങനെ കൺവേർട്ട് ചെയ്യും? ഒരു ദൈവസ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻസാക്കി മാറ്റും. ദൈവസ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, വിശ്വാസ വളർച്ചയിൽ നിങ്ങൾ ബുദ്ധിപരമായ വിനിമയം, ഒരു ഇൻ്റലക്ച്വൽ കൺവിക്ഷൻ നമുക്ക് തരും. ദൈവം ഏത് കാലത്ത് ഏത് സമയത്തും എന്നെ സഹായിക്കും, ഞാൻ ദൈവത്തിനെ ആശ്രയിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ അതിനേക്കാൾ താഴ്ന്ന് ഞങ്ങളുടെ നാട്ടിലും മാതാവില്ലേ, അങ്ങനെ കുറേ സാക്ഷ്യങ്ങൾ വരുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലും മാതാവുണ്ടല്ലോ, പിന്നെ എന്തിനാണ് കെട്ടിയെടുത്ത് ആലപ്പുഴ പോണത് എന്നങ്ങ് ചെയ്യുന്നു. അപ്പോൾ അതൊരു കേവല വിശ്വാസമാണ്. കേവല വിശ്വാസം ഉള്ള പ്രശ്നം, ഇപ്പം നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ നിന്നാലും ഇവിടെ നിന്നാലും കേവല വിശ്വാസക്കാർക്ക് അത് ആക്ടിവേറ്റ് ആകത്തില്ല. വിശ്വാസം നമ്മൾ റീചാർജ് ചെയ്യാം, പക്ഷേ ആക്ടിവേറ്റ് ആകുന്നത് വേറെ ഒരു ഫങ്ഷനാണ് അല്ലേ. മൊബൈലിൽ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും, പക്ഷേ ആക്ടിവേറ്റ് ആകുന്നത് വേറെ ഒരു ഫങ്ഷനാണ്. അതുപോലെ വി ക്യാൻ ഹാവ് ഫെയ്ത്ത്, പക്ഷേ ആ ഫെയ്ത്ത് ഒരു സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് അതിൻ്റെ കണ്ടൻറ്റ് ബേസ് വേറെയാണ്. അതിൻ്റെ അകത്ത് സ്നേഹത്തിൻ്റെ എലമെൻറ്റ്സ് വേണം. ഉടമ്പടിയിൽ പുരോഗമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻട്രോസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു വിഷയം, എൻ്റെ ഫെയ്ത്ത് കണ്ടൻറ്റിൽ കണ്ടൻറ്റ് ഓഫ് ലവ് ഉണ്ടോ എന്ന് നോക്കണം. നമുക്ക് ആ വിഷയത്തിലൊക്കെ ആധ്യാത്മിക ജീവിതത്തിൽ ഇത്തിരി ബുദ്ധി ഉപയോഗിക്കുന്നത് തെറ്റൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിൽ കണ്ടൻറ്റ് ഓഫ് ലവ് ഉണ്ടോ ഇല്ലയെന്ന് നോക്കണം. എന്നിട്ട് അതിൻ്റെ കുറവാണ് പരിഹരിക്കേണ്ടത്. കുറവ് പരിഹരിച്ച് മാത്രമേ നമുക്ക് വിശ്വാസ പുരോഗതി പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തു പോകും, തൽസ്ഥിതി നിലനിന്ന് പോകും. നമുക്കൊരു 10 ഡിഗ്രി ഫെയ്ത്ത് ഉണ്ട്, നമ്മളെങ്ങനെ തലകുത്തി പോയി. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഈ കൃപാസനത്തിൽ വന്ന് എൻ്റെ പേരിൽ രോഗികളെ ശുശ്രൂഷിക്കാം, വീട്ടിലെ സഹായം കൊടുക്കാം, അമ്മയെ സഹായിക്കാം, അല്ലെങ്കിൽ അപ്പനെ സഹായിക്കാം, പിന്നെ പാവപ്പെട്ടവരെ സഹായിക്കാം. പക്ഷേ ഇങ്ങനെയൊക്കെ സഹായിച്ചാലും ചില സമയത്ത് നിങ്ങളുടെ വിശ്വാസത്തിനൊരു വളർച്ച ഉണ്ടാകാൻ ചിലപ്പോൾ സാധ്യതയുണ്ടാകത്തില്ല. അതെന്തുകൊണ്ടാണ്? അത് നിങ്ങൾ ടെക്നിക്കലി ഫങ്ഷനിലായതുകൊണ്ടാണ്, സാങ്കേതികമായിട്ട് ഫങ്ഷനിലാകുന്നത് കൊണ്ടാണ്. സാങ്കേതികമായിട്ടല്ല എൻ്റെ അത് വരണത്. ഇപ്പം നിങ്ങൾ രോഗികളെ കാണുന്നുണ്ടെങ്കിൽ, ഇപ്പം ചിലരൊക്കെ എന്തുമാത്രം, അതായത് കൃപാസനത്തിൽ ഇത്രയും ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കാൻ കാരണം ഉടമ്പടി എടുത്തവരെല്ലാവരും ലോകത്തിൻ്റെ എമ്പാടും പോയി ആശുപത്രികളിലും അനാഥാലയങ്ങളിലും ഹോസ്പിസുകളിലും അതുപോലെ കുടുംബങ്ങളിലുമൊക്കെ പോയി ആൾക്കാരെ ശുശ്രൂഷിക്കുകയും ഭക്ഷണം കൊടുക്കുകയും പണം കൊടുക്കുകയും അവിടെ നിന്ന് വസ്ത്രം കഴുകി കൊടുക്കുകയും അങ്ങനെ സൽപ്രവൃത്തികളുടെ ഒരു പ്രളയമാണ് ഈ ഉടമ്പടി അഴിച്ചു വിട്ടിരിക്കുന്നത്.
അവരുടെ സൽപ്രവർത്തികളുടെ ആസ്തി ആ ഉടമ്പടിയുടെ പൊതു ഖജനാവിലെ ടാപ്പ് ചെയ്യുന്നവർക്ക് ഈ കൃപാസനത്തിൻ്റെ പൊതു ദൈവാനുഗ്രഹം ലഭിക്കും. അത് തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് കൃപാസനത്തിലെ കാല് കുത്തുമ്പോഴൊക്കെ ചില ആൾക്കാർ അനുഗ്രഹിക്കപ്പെടുന്നെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതിൻ്റെ പൊതുവായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള ആസ്തികളാണ്. 10,000 ലക്ഷക്കണക്കിന് മനുഷ്യർ സുവിശേഷം ജീവിച്ച് യേശുവിനെ സാക്ഷ്യം വഹിച്ച് ജീവിക്കുന്നതിൻ്റെ ഒരു ബേസ്മെൻ്റ് ഉണ്ട് നമുക്ക്. പിന്നെ 2.5 ലക്ഷം ജപമാലയല്ലേ ഇപ്പോൾ ചെല്ലാൻ പോകുന്നത്. അങ്ങനെ എത്രയോ വർഷം 2002 തുടങ്ങിയതാണ്. 2002 800 പേരുമായിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ 2.5 ലക്ഷമായിട്ട് ഉയർന്നത്. അപ്പം അത്രയും കാലത്തെ പ്രാർത്ഥനകൾ. അതുകൊണ്ടാണ് ലൈറ്റക്കാൻ്റെ പേരക്വസ്റ്റിനൊക്കെ ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാർ ചുമ്മാ അടിക്കുമ്പോൾ ദൈവം അത് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ കാരണം എന്താണ്? അവിടെ തിരുവണ്ട ഇതിൻ്റെ ആധ്യാത്മിക ആസ്തിയാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കാര്യത്തെ കുറച്ച് റീസണബിൾ ആകണം. ഒരു വൈകാരികം എന്നതിനേക്കാൾ ഉപരി ഫെയ്ത്ത് മുന്നോട്ട് വെക്കുന്ന ഒരു റീസണുണ്ട്. വിശ്വാസം മുന്നോട്ട് വെക്കുന്ന ഒരു റീസണുണ്ട്, യുക്തിയുണ്ട്. അത് ഒരു പക്ഷേ നമ്മൾ പറയുന്ന സെക്കുലർ യുക്തിയല്ല, അത് മരിയൻ യുക്തി എന്നാണ് ഞാൻ പറയേണ്ടത്. മരിയൻ റീസൺ അങ്ങനെ ഒരു സംഭവമാണ്. ആധ്യാത്മിക ജീവിതത്തിലുള്ള സംഭവമാണ് മരിയൻ റീസൺ. എന്താ മരിയൻ റീസൺ? അപ്പോൾ മരിയൻ റീസൺ എന്ന് പറയുമ്പോൾ, ഉദാഹരണത്തിന് അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നു, ഈശോയോട് പറയുന്നു അല്ലേ. ഫസ്റ്റ് റെസ്പോൺസ് എന്താണ് ഈശോയുടെ ഫസ്റ്റ് റെസ്പോൺസ്? എന്താ? എനിക്ക് നിനക്കും എന്ത്. സെക്കൻഡ് റെസ്പോൺസ് എന്താണ്? എൻ്റെ സമയം ഇനിയും ആഗതമായിട്ടില്ല. അപ്പോൾ ഈ ഫസ്റ്റ് റെസ്പോൺസും സെക്കൻഡ് റെസ്പോൺസും നെഗറ്റീവ് ആൻസറാണ് വരണത് അല്ലേ? നെഗറ്റീവ് അല്ലേ? ആ വിഷയം നടക്കത്തില്ലെന്ന് ഉറപ്പല്ലേ? ദെൻ വൈ മദർ ഈസ് വെയിറ്റിംഗ് ഫോർ ദി ആൻസർ? പിന്നെ എന്തുകൊണ്ടാണ് അമ്മ നിൽക്കുന്നത്? അതാണ് വിഷയം. അതാണ് മരിയൻ റീസൺ എന്ന് പറയുന്നത്. എന്താണ്? അമ്മയ്ക്ക് വിശ്വാസത്തെക്കാളുപരി ഈശോയോട് സ്നേഹമുണ്ട്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഇത്രയും നേരം ഈശോ പറഞ്ഞതിൽ നിന്ന് എന്ത് മനസ്സിലായി? നമുക്ക് വിശ്വാസമുണ്ടാകാം, അത് കേവല വിശ്വാസമാണ്. ആ കേവല വിശ്വാസം ചില സമയത്ത് സാങ്കേതികമായിട്ട് പറഞ്ഞാൽ ഫങ്ഷനിലല്ലാതെ വരും. ഇപ്പം കേവല വിശ്വാസത്തിൻ്റെ കൂടെ എന്ത് കൂടി ഉണ്ടാകണം? ഇപ്പം അമ്മ, അതാണ് മരിയൻ റീസൺ. മരിയൻ റീസൺ എന്ന് പറയാം എന്താ? ഇപ്പം എനിക്കും നിനക്കും എന്ത് എന്ന് അമ്മ ചോദിച്ചില്ലേ? ഇറ്റ് ഈസ് നത്തിങ് ടു വിത്ത് അസ്, ഇറ്റ് ഈസ് നോട്ട് അവർ ബിസിനസ്. അപ്പോൾ ഈശോ അത് ഡിസോൺ ചെയ്ത് കളഞ്ഞേ അല്ലേ? അത് ആ വിഷയം ഇറ്റ് ഈസ് നോട്ട് അവേഴ്സ്, ആ വിഷയം നമ്മുടേതല്ല എന്നും പറഞ്ഞുകൊണ്ട് ഈശോ തള്ളിക്കളഞ്ഞ സംഭവമാണ്. രണ്ടാമത് എന്താണ്? അത് ഒന്ന് മാനുഷികം. ഈശോ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ദൈവികമായ ഇമ്പിഡിമെൻസ് ഉണ്ട്, മാനുഷികമായ ഇമ്പിഡിമെൻസും ഉണ്ട്, തടസ്സങ്ങളുണ്ട്. ഇപ്പം മാനുഷികമായ എന്താണ്? അതിൽ എനിക്ക് നിനക്കൊന്നും ചെയ്യാനില്ല, അവരോട് വായ്പ വാങ്ങിക്കാൻ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് കച്ചവടക്കാരൊക്കെ പോയി വിലക്ക് വാങ്ങിക്കാൻ പറഞ്ഞാൽ മതി. നത്തിങ് ടു വിത്ത് അസ്, ഈ വിഷയത്തിൽ നമുക്ക് റോളില്ല എന്ന് പറയും. അത് ഫസ്റ്റ് റീസൺ ഓവർ. സെക്കൻഡ് റീസൺ എന്താണ്? സെക്കൻഡ് റീസൺ ദൈവികമാണ്. എന്താണത്? എൻ്റെ സമയം ഇനി സമ്മതമാണ്. അപ്പോൾ നമ്മൾക്ക് ദൈവത്തിന് ഉത്തരം തരണമെങ്കിൽ ചില സമയത്ത് രണ്ട് തടസ്സങ്ങൾ വരാൻ സാധ്യത ഉണ്ടാകും. മാനുഷികമായിട്ട് അത് നമുക്ക് ചിലപ്പോൾ പ്രയോജനപ്പെടത്തില്ലെന്ന് വരാം, ചിലപ്പോൾ ദൈവികമായിട്ടും അത് നമുക്ക് തരാനുള്ള തടസ്സങ്ങളുണ്ടാകാം. ചിലപ്പോൾ നമ്മുടെ കുറവായിരിക്കും, അത് ദൈവികമായിട്ടൊരു അനുഗ്രഹം കിട്ടുന്നതിനുള്ള മെറിറ്റ് ചിലപ്പോൾ നമുക്ക് ഉണ്ടാകത്തില്ല, അതാണ് നമ്മുടെ കുറവായിട്ട് വരാൻ സാധ്യത. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ഇപ്പം നിങ്ങൾ ഉടമ്പടി വച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ഇത് രണ്ടും ബാധകമാണ്. ചിലപ്പോൾ അത് മാനുഷികമായ തടസ്സം ഉണ്ടാകും, ചിലപ്പോൾ ദൈവികമായ തടസ്സമുണ്ടാകും. എന്നിട്ട് നമ്മൾ ഈ മാനുഷികമായ തടസ്സമുള്ള വിഷയം, ഇപ്പം നിങ്ങളുടെ ജപ്തി നടപടി
അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം വെക്കണില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് കിട്ടണില്ല, ജോലി കിട്ടണില്ല, ജോലി സ്ഥലത്തെ പ്രശ്നം, നിങ്ങൾക്ക് PR ആകുന്നില്ല, പെൻഷൻ കിട്ടിയിട്ട് അംഗീകരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടണില്ല, ഇങ്ങനെ എന്തെല്ലാം പ്രശ്നമാണ് ഇല്ലായ്മയെല്ലാം ഉള്ളത്. അതല്ല, ഈ പ്രശ്നങ്ങളെല്ലാം എന്തിൻ്റെങ്കിലും ഒരു ആബ്സെൻസാണ്. പ്രശ്നങ്ങളെല്ലാം എന്തിൻ്റെ ആബ്സെൻസ് ആകും? പ്രശ്നങ്ങളെല്ലാം നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ജപ്തി ആയാലും എന്ത് സംഭവമായാലും എല്ലാ പ്രശ്നങ്ങളും എന്തിൻ്റെങ്കിലും ഒരു ആബ്സെൻസാണ്, എന്തെങ്കിലും ഒരു പോരായ്മയാണ്. ഇപ്പോൾ രോഗമാണത് ആരോഗ്യത്തിൻ്റെ പോരായ്മ, ഇല്ലായ്മയാണല്ലോ. ഇതിനെ എല്ലാത്തിനും ഇങ്ങനെ പ്രശ്നങ്ങളെല്ലാം ഇല്ലായ്മ എന്നുള്ള രീതിയിലാണ് ബൈബിൾ അപ്രോച്ച് ചെയ്യണത്. ദാറ്റ് മീൻസ് ബൈബിൾ ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മെരിട്ടില്ലെന്ന് എൻ്റെ അർത്ഥം. ബൈബിളിൻ്റെ രീതിയാണല്ലോ പറയേണ്ടത്. ഒരു ഇല്ലായ്മ. ഇപ്പോൾ അമ്മ എന്താ പറയണത്? അവർക്ക് വീഞ്ഞ് ഇല്ല. അവിടെ പ്രശ്നത്തെ മുഴുവന് അഭിമാന പ്രശ്നം ഉണ്ടായതിൻ്റെ അകത്ത് നാണം കെട്ടി അവിടെ നിന്ന് പിരിയത്തുള്ള ആ വിഷയം. പക്ഷെ അവർക്ക് ആ നാണം കെട്ടി പിരിയാൻ സാധ്യതയുള്ള വിഷയമാണത്. അപമാന പ്രശ്നമുണ്ടതിൻ്റെ അകത്ത്. നമ്മുടെ എല്ലാ വിജയമയുടെ മുമ്പിൽ നമ്മൾ ടെൻഷൻ അടിക്കണ എന്താ കാര്യം? നമ്മൾ ടെൻഷൻ അടിക്കാൻ കാര്യം അതൊരു അപമാനമായിട്ട് മാറുമോ ഇല്ലയോ എന്ന് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മളത് വിഷയമാക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാ വിഷയവും മൂടി വെച്ചുകൊണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യണത് സിംഗിൾ വാക്കിലാണ്. ദ ഹാവ് നോ വൈൻ. അവർക്ക് വീഞ്ഞ് ഇല്ല. അതിൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ്. അതിന് 2 ഇമ്പഡിമെൻറ്റ്സ് ഉണ്ട്, 2 തടസ്സങ്ങളുണ്ട്. ഒന്ന്, മാനുഷികമായി അത് വലിയ കാര്യം അല്ല. അതാണ് എനിക്കും നിനക്കും എന്ത്, അവർക്ക് പർച്ചേസ് ചെയ്യാവുന്ന വിഷയമേ ഉള്ളൂ. അല്ലെങ്കിൽ അവർക്ക് ലെൻറ്റിന് അവർക്ക് ഹയർ ചെയ്യാം, അത്രേ ഉള്ളൂ. നമ്മളതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് നൺ ഓഫ് അവർ ബിസിനസ് എന്ന രീതിയിലാണ് അതിൻ്റെ ഫസ്റ്റ് ആൻസർ വരണത്. സെക്കൻഡ് ആൻസർ എന്താ വരണത്? സെക്കൻഡ് ആൻസർ പറയണത് എൻ്റെ സമയം ഇനി സമാഗതമായി ദൈവികമായ തടസ്സങ്ങളാണ്ട് വേണം. ദൈവികമായി നീ അത് നിനക്ക് സ്വീകരിക്കാനുള്ള സമയമായിട്ടില്ല. ഈ അനുഗ്രഹം ഭൗതികമാണ്, പക്ഷേ ദൈവികമായിട്ട് നിനക്കത് സ്വീകരിക്കാനുള്ള സമയമായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ 2 ഇമ്പഡിമെൻറ്റ്സ് വന്ന സ്വാഭാവികമായിട്ട് എന്താ പറയേണ്ടത്? ആ ഒരു പ്രെയറിനോട് ഗുഡ് ബൈ പറഞ്ഞ് ബുദ്ധിയും ബോധമുള്ളവർ പോകും. പക്ഷേ എന്തുകൊണ്ട് മറിയം എന്താ ചെയ്യണത്? മറിയം അതിനെ വെയിറ്റ് ചെയ്യാൻ, എന്നിട്ട് മറിയം അതിനെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഒരു പുതിയ പോംവഴി കണ്ടുപിടിക്കുകയാണ്. എന്താണ് അത്? കവനൻ്റൽ ഫോർമുലയാണ് അവിടെ ഉപയോഗിക്കുന്നത്. നമുക്കിത് ഇപ്പോൾ ഈ കാലങ്ങളിലല്ലേ മനസ്സിലായത്. നമ്മൾ വെള്ളം കോരാൻ പറഞ്ഞപ്പോൾ വെള്ളം കോരി, വിറക് കൊട്ടാൻ പറഞ്ഞാൽ വിറക് കെട്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വായിച്ചുകൊണ്ടും പ്രസംഗിച്ചുകൊണ്ടും പോയത്. ഇപ്പോഴല്ലേ നമ്മൾ മനസ്സിലാക്കണത് ഈ നടക്കാത്ത കാര്യം നടക്കാൻ കവനൻ്റ് ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലായി. ഇത് പുതിയത് മറിയത്തിൻ്റെ ഫോർമുല അല്ല. ഏജ് ഓൾഡായിട്ട് ബൈബിള് ദൈവത്തിനെ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഇറക്കിക്കൊണ്ട് വരുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബൈലാറ്ററൽ എഗ്രിമെൻ്റ് മെത്തേഡ്. ഈ ബൈലാറ്ററൽ എഗ്രിമെൻ്റ് മെത്തേഡിലൂടെ എന്താണ് ശരിക്കും പറയുന്നത്? ഇത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? യു മസ്റ്റ് ഹാവ് എ സെർട്ടൻ എമൗണ്ട് ഓഫ് ലെവൽ ഓഫ് ലവ്. നമുക്കറിയാം. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ സൽപ്രവൃത്തികൾ ഇനി ഫുൾ കണ്ടു. അതാർക്കും ചെയ്യാം. സൽപ്രവൃത്തികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴും വരേണ്ട ഒരു വിഷയം, നമ്മൾ ഗുഡ് വർക്ക്സ് എന്നാണ് പറയണത് സൽപ്രവൃത്തിയെ. പക്ഷേ ബൈബിൾ ശരിക്കും ദൈവത്തിൻ്റെ മൈൻഡ് ആണ് നമ്മൾ തർജ്ജമ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൽപ്രവൃത്തികൾ ഗുഡ് വർക്കുകൾ അല്ല. ശരിക്കും പറഞ്ഞാൽ ദാറ്റ് ഈസ് ഗ്രേസ്ഫുൾ വർക്കാണ്, ഗ്രേസ് ഗിവിങ് വർക്ക്സിനാണ് ഈ പറയുന്ന ബൈബിൾ എപ്പോഴും സൽപ്രവൃത്തികളുടെ ഇവിടെ കുറഞ്ഞിട്ടാണോ ക്രിസ്തു ആഗതനാകേണ്ടി വരണത്? ക്രിസ്തുവിന് മുമ്പ് എത്രയോ സൽപ്രവൃത്തികൾ ചെയ്ത മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. സോക്രട്ടീസൊക്കെ നല്ല മനുഷ്യരല്ലായിരുന്നോ? എന്താ അവർക്ക് കുഴപ്പം? പക്ഷെ അവിടുത്തെ പ്രോബ്ലം, ബൈബിൾ അങ്ങനെ ഒരു സൽപ്രവൃത്തികൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ലോ ഈ ഭൂമിയിൽ ക്രിസ്തു ആഗതനായത്. പിന്നെ എന്താണ്? കൃപാവര പ്രവർത്തനങ്ങളാണ്. ഈ സൽപ്രവൃത്തിയും കൃപാവര പ്രവർത്തിയും തമ്മിൽ ഇപ്പം ഒത്തിരി വ്യത്യാസമുണ്ട്. നിങ്ങൾ ഉടമ്പടിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രേസ് ഗീവിങ് വർക്ക്സാണ് ചെയ്യേണ്ടത്. കൃപാവര പ്രവർത്തനങ്ങൾ, കൃപ നമുക്ക് ലഭിക്കാൻ ആവശ്യമായ വർത്തനങ്ങൾ, അതെന്താ ചെയ്യണം? കൃപ വർദ്ധിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൃപ
എല്ലാം യേശുക്രിസ്തുവിൻ്റെ നെയിമിൻ്റെ അണ്ടറിലാണ് കൃപയെല്ലാം വരണത്. കൃപയെന്ന് പറഞ്ഞാൽ എന്താണ്? അതുകൊണ്ടാണ് ബൈബിൾ പറയണത് യോഹന്നാൻ 1:17 എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. ഇതിനകത്തൊരു പ്രശ്നങ്ങൾ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷനിൽ മോശയുടെ വചനവും ജീസസിൻ്റെ വചനവും തമ്മിലുള്ള ഒരു വ്യത്യാസം അതാണ്. മോസസിൻ്റെ വചനത്തിന് സാങ്കേതികമായ ദൈവത്തിൻ്റെ മനസ്സനുസരിച്ചുള്ള നിയമപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് കൈകാര്യം ചെയ്യണത്. കർത്താവിൻ്റെ വചനത്തിൽ അതല്ല. എന്താണ്? കൃപയും സത്യവുമാണ്. കൃപയും സത്യവും ആര് വഴി ഉണ്ടായി? ക്രിസ്തു വഴി ഉണ്ടായി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടായതെന്ന് നമ്മൾ അറിയണം. ക്രിസ്തു വഴി ഉണ്ടായത്. ഉടമ്പടി ടാർഗറ്റ് ചെയ്യണത് സൽപ്രവൃത്തികളല്ല. നിങ്ങൾ കുറേ ആൾക്കാർ ചെയ്യണത് വെറും സൽപ്രവൃത്തികളാണ്. വെറും സൽപ്രവൃത്തികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച് കൊണ്ട് രോഗികളെ കാണുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സാക്ഷ്യം പറഞ്ഞത്, ഞാൻ ഓൾഡ് ഏജിൽ ഹോമിൽ പോയി ഒരു ദിവസം മുഴുവൻ നിന്ന് അവിടുത്തെ ഉടുപ്പെല്ലാം അലക്കി കൊടുത്തെന്നാണ്. പിന്നെ വേറൊരു ചേച്ചി സാക്ഷ്യം പറഞ്ഞത്, ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോയി നഖം വെട്ടി കൊടുത്തെന്ന് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, യു ആർ ഡൂയിങ് ഓൾ ദിസ് കൈൻഡ് ഓഫ് തിങ്സ്. ഇതെല്ലാം നല്ല സന്തോഷത്തിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. പക്ഷേ ഇതെല്ലാം സൽപ്രവൃത്തികളാണ്. ഈ സൽപ്രവൃത്തികളിൽ നിന്ന് നമുക്ക് കൃപ ഡ്രോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു കാര്യം കൂടി വേണം. എന്താ വേണ്ടത്? കൃപ. സൽപ്രവൃത്തികളിത് ഈ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ ക്രിസ്തുവിനെ മാറ്റി നിർത്തിയും ചെയ്യാൻ പറ്റും. ലോകത്ത് എന്തുമാത്രം ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇല്ലേ? റോട്ടറി ക്ലബ്ബുകാരെ കണ്ണ് വരെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇല്ലേ? അപ്പം അങ്ങനെ എന്തോ ക്ലബ്ബുകാർ ചെയ്യുന്നുണ്ട്. നാട്ടിൽ എന്തുമാത്രം അയൽക്കൂട്ടങ്ങളും അതുപോലെ തന്നെ പല പലതരമുള്ള പാർട്ടി സംഘങ്ങളും ഒക്കെ പല കാര്യങ്ങളും മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സൽപ്രവൃത്തികളാണ്. പക്ഷേ ഒരു ക്രൈസ്റ്റ് സെൻട്രിക് ആയിട്ടുള്ള ഒരു ആധ്യാത്മികത ചര്യം അനുവർത്തിക്കുന്നവരെ കേവലം സൽപ്രവൃത്തികളല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത്, കൃപാവര പ്രവൃത്തികളാണ്. എന്താ കാര്യം? കൃപയും സത്യവും അവൻ വഴി ഉണ്ടായി. അപ്പം കൃപാവര സത്യങ്ങൾ, കൃപാവര പ്രവൃത്തികൾ ചെയ്യാൻ, ഇപ്പോൾ സൽപ്രവൃത്തികളും കൃപാവര പ്രവൃത്തികളും നമ്മൾ വ്യത്യാസം എന്താ? സൽപ്രവൃത്തികൾ മനുഷ്യൻ്റെ പേരിലാണ് ചെയ്യണത്. ചിലർ നല്ല പേരെടുക്കാൻ ചെയ്യും, ചിലർ കൂടുതൽ വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്യും, ചിലത് ജനകീയ അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യും, ചിലത് അവിടെ കള്ളത്തരങ്ങളെ പുറത്തറിയാൻ അവിടെ ഒരു പുതിയൊരു ഫേസ് കാണിക്കാൻ വേണ്ടി സമൂഹത്തിന് വേറൊരു സംഭവം. അങ്ങനെ ഓരോരോ ലക്ഷ്യങ്ങളാണ് ഈ സൽപ്രവൃത്തികൾക്കുള്ളത്. പക്ഷേ കൃപാവര പ്രവൃത്തി അതല്ല. കൃപാവര പ്രവൃത്തി എന്ന് പറയണത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിന് വേണ്ടി മാത്രം മഹത്വം കൊടുത്തുകൊണ്ട് ചെയ്യണതാണ്. ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യണം. അതിൻ്റെ 10% ഗ്ലോറി ക്രിസ്തുവിന് മാത്രമാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് വലത് കൈ ചെയ്യണത് ഇടത് കൈ അറിയരുത്. മനുഷ്യൻ അറിയരുതെന്നായി പറയണത്. മനുഷ്യന്മാരറിയരുതെന്നാണ് പറയണത്. പക്ഷേ മനുഷ്യന്മാർ അറിയുന്ന വെച്ചാൽ എല്ലാ കാര്യവും പാത്തും പതുങ്ങിയും ചെയ്യണമെന്നല്ല. മനുഷ്യൻ അറിഞ്ഞില്ലെങ്കിലും അറിയിക്കാൻ വേണ്ടി നിങ്ങളെ പ്രത്യേകിച്ച് മസിൽ പിടിക്കരുതെന്ന് അർത്ഥം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, കേവല വിശ്വാസത്തിൽ നിന്ന് സൽപ്രവൃത്തികളിലേക്കും പിന്നെ കൃപാവര പ്രവൃത്തികളിലേക്കും സഭ വെളിപാടുകളുടെ പൂർണ്ണതയിലേക്ക് പോകുന്നത് കാലങ്ങൾ കൊണ്ടാണ്, ഒറ്റയടിക്കല്ല. ആദ്യകാലങ്ങളിൽ സഭയ്ക്ക് തോന്നിയത് കേവല വിശ്വാസം മാത്രം മതി എന്നാണ് തോന്നിയത്. ക്രിസ്തുവിലുള്ള കേവല വിശ്വാസം മാത്രം മതി. ഒരു മനുഷ്യന് അവന് റൈച്ചസ് ആകാൻ പറ്റും, നീതീകരിക്കപ്പെടാൻ പറ്റും. ഇപ്പം റോമ 3:28 എടുത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. റോമ 3:28 എന്തെന്നാൽ നിയമാനുഷ്ഠാനം കൂടാതെ തന്നെ വിശ്വാസത്താൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. അപ്പൊ ആദ്യകാലങ്ങളിലുള്ള കൺസെപ്റ്റ്
വിശ്വാസം, ക്രിസ്തു എനിക്ക് വേണ്ടി പീഡ അനുഭവിച്ചു, എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തു ക്രിസ്തു. അതുകൊണ്ട് തന്നെ ആ ക്രിസ്തുവിൻ്റെ പരിഹാരത്തെ വിശ്വസിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് നിത്യരക്ഷ ലഭിക്കുമെന്നുള്ള ഇതിന് ഇനീഷ്യൽ ജസ്റ്റിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. പ്രാഥമിക നീതീകരണം. അപ്പോൾ ഈ ഒരു സഭാകൂട്ടങ്ങൾ ഈ പ്രാഥമിക നീതീകരണം മതിയെന്ന് മാത്രം കടപിടുത്തം പിടിച്ചുകൊണ്ട് സൽപ്രവൃത്തികൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയുണ്ട്. ഇപ്പോൾ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം 50,000-ഓളമാണ് ആതുര കേന്ദ്രങ്ങളുള്ളത്. ഇതുമാത്രമാണ്. അതായത് നമ്മൾ എന്തുമാത്രം ആതുര സേവന കേന്ദ്രങ്ങളാണ് സഭയ്ക്കുള്ളത്. ഒരു പക്ഷേ ലോകത്തെ ഏറ്റവും കൂടുതൽ ആതുര സേവന കേന്ദ്രങ്ങളുള്ളത് സഭയ്ക്കാണ്. അത് സഭ എന്താ ഫോളോ ചെയ്യണത്? സഭ ഫോളോ ചെയ്യണത് വിശ്വാസം മാത്രം പോരാ, പിന്നെന്താണ്? പ്രവൃത്തി കൂടി വേണം. അത് പറയാൻ കാരണം എന്താണ്? അത് ഈ സെൻറ്റ് പോൾ തന്നെ പിന്നീട് തീത്തോസിലേക്ക് വരുമ്പോൾ തീത്തോസ് 3:8 എടുത്തേ. 3:8 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ആരാധന. കൈകൾ വീശി ആരാധന യേശുവേ ആരാധന. തീത്തോസ് 3:8 ഇപ്പറഞ്ഞത് സത്യമാണ്. ഏറ്റു പറഞ്ഞ ഈ പറഞ്ഞത് സത്യമാണ്. ഈ പറഞ്ഞത് സത്യമാണ്. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ ജാഗരൂകരായിരിക്കാൻ വേണ്ടി ഇക്കാര്യങ്ങളിൽ നീ സമ്മർദ്ദം ചെലുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവയെല്ലാം ശ്രേഷ്ഠവും മനുഷ്യർക്ക് പ്രയോജനകരവുമാണ്. അതിൻ്റെ പ്രശ്നത്തിൽ സൽപ്രവൃത്തികൾ ആദ്യം വിശ്വാസം മതി എന്ന് പറഞ്ഞ സെൻറ്റ് പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ മാറും. 10 കൊല്ലം കഴിയുമ്പോൾ മാറും. റോമാലേഖനം എഴുതി 56-ലാണ്, ടൈറ്റസ് എഴുതി 66-ലാണ്. 10 കൊല്ലം. 10 കൊല്ലത്തിന് ശേഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി വിശ്വാസം മാത്രം പോരാ, പിന്നെന്താണ്? അപ്പം നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ അറിയണത് ദൈവത്തിലിങ്ങനെ ജീവിക്കുന്ന അനുസരിച്ച് ക്രൊണോളജിക്കലായിട്ട് നമ്മൾ ജീവിച്ച് വരുമ്പോഴല്ലേ ദൈവം ഓരോരോ കാര്യം നമുക്ക് വെളിപ്പെടുത്തി വെളിപാടിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ കൊണ്ടുവരണേ. അങ്ങനെ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ AD 56 വിശ്വാസം ഒരാൾ നീതീകരിക്കപ്പെടുന്നത്, റച്ചസാർ നിത്യരക്ഷ പ്രാപിക്കണത് അയാൾ വിശ്വാസം മൂലമാണെന്ന് മാത്രം. പക്ഷേ അതിനിടയ്ക്ക് യാക്കോബ് ഒരു 5 കൊല്ലം കഴിഞ്ഞപ്പോൾ യാക്കോബ് പറഞ്ഞ് ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല. യാക്കോബ് ഒരു 60 ആയപ്പോൾ AD 56 റോമാലേഖനം എടുത്തിരുന്ന് 60 ആയപ്പോൾ യാക്കോബ് പറഞ്ഞ് അത് പ്രവൃത്തി വേണമെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് സൽപ്രവൃത്തി വരണത്. യാക്കോബിന്റെ ലേഖനം എടുത്ത് 2:24. യാക്കോബ് 2:24 മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. 56 കർത്താവ് ജനിച്ച് ഒരു 56 വർഷം കഴിയുമ്പോൾ നമ്മൾ സെൻറ്റ് പോളിൻ്റെ ആദ്യത്തെ ലേഖനം പുറത്തു വരുന്നത് റോമ. അവിടെ പറയുന്നത് എന്താണ്? വിശ്വാസം മതി, നമ്മൾ ക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ട് നമ്മൾ നീതീകരിക്കപ്പെടും. അപ്പോസ്തലന്മാരുടെ ഇടയിൽ ചർച്ചയായി. പിന്നെ ജെറുസലേം സൂനദോസ് തുടങ്ങാൻ നേരത്ത് സൂനദോസിൻ്റെ ഇടയ്ക്ക് കൃത്യമായ ഐഡിയ കിട്ടാൻ വേണ്ടി യാക്കോബ്, കർത്താവിൻ്റെ സഹോദരൻ യാക്കോബ് പറഞ്ഞു വിശ്വാസം മാത്രം പോരാ, സിനഗോഗ് ശ്രദ്ധിക്കണം. ജെറുസലേം സൂനദോസ് നടന്നുകൊണ്ടിരിക്കണം ആദ്യത്തെ. അപ്പോൾ നിങ്ങൾ അവിടെയാണ് യാക്കോബ് അഡ്രസ്സ് ചെയ്യണത്. വിശ്വാസം മാത്രം പോരാ, മറിച്ച് എന്ത് വേണം? പ്രവൃത്തി വേണം. യാക്കോബിൻ്റെ ഈ ലേഖനമാണ് ലോകത്തെ മാറ്റിക്കളഞ്ഞത്. ലോകത്ത് ഇന്ന് കാണുന്ന സഭയുടെ എല്ലാവിധ ആതുര സേവനങ്ങളെയും അതുപോലെ തന്നെ അവകാശ പോരാട്ടങ്ങളെയും അതുപോലെ തന്നെ മനുഷ്യോചിതമായ എല്ലാ നടപടികളെയും ശുശ്രൂഷകളെയും എല്ലാം കുഞ്ഞുങ്ങളെ, ഇപ്പോൾ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ, ജന്മന കിടപ്പിലായ കുഞ്ഞുങ്ങൾ, എന്തുമാത്രം കുഞ്ഞുങ്ങളെയാണ് എന്തുമാത്രം സിസ്റ്റേഴ്സ് നോക്കണത് ലോകം മുഴുവനും. അതെല്ലാം കാര്യം ഈ യാക്കോബിൻ്റെ ലേഖനമാണ്. യാക്കോബിൻ്റെ ലേഖനം എന്ന് പറയുന്നത് വല്ലാത്തൊരു ലേഖനമായിപ്പോയി. അപ്പോൾ അത് സെൻറ്റ് പോൾ പറഞ്ഞതിന് ശേഷം സെൻറ്റ് പോൾ കർത്താവിനെ കണ്ടിട്ടില്ലല്ലോ, അതാണ് പ്രശ്നം. അതിനുശേഷം പക്ഷെ കർത്താവിൻ്റെ കൂടെ നടന്ന ആളാണ്
യാക്കോബ് കർത്താവിന് മൈൻഡ് റീഡ് ചെയ്തേച്ച് പറഞ്ഞ് പ്രവൃത്തിയില്ലാതെ വിശ്വാസം നീതീകരിക്കപ്പെടത്തില്ല എന്ന് പറയും. ജസ്റ്റിഫൈ ആകത്തില്ല. നിത്യരക്ഷ പ്രാപിക്കണേ പ്രവൃത്തി വേണം. അതുകൊണ്ട് യാക്കോബ് 5 കൊല്ലം സെൻറ്റ് പോളിൻ്റെ ലേഖനം കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞപ്പോൾ 60 പറയും. അതൊന്നൊരു വായിച്ച് യാക്കോബ് 2:24 ശ്രുതികണ്ട ഹല്ലേലൂയ. വിശ്വാസം കൊണ്ട് മാത്രമല്ല, വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. അപ്പോൾ ജെറുസലേം സൂര്യദോസിൽ നിലപാട് കൃത്യമായി. അപ്പോൾ യാക്കോബ് പൗലോസ് അപ്പോസ്തലനും മനസ്സിലായി സഭയുടെ കറക്റ്റ് നിലപാട്. അപ്പോൾ പൗലോസ് അപ്പോസ്തലനും മനസ്സിലായി പ്രവൃത്തിയാണ് മൂലമാണ് വിശ്വാസം നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ പിന്നീട് 5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ടൈറ്റസൻ ലേഖനം എഴുതുന്നത്. 5 കൊല്ലം കഴിയുമ്പോൾ ടൈറ്റസൻ ലേഖനം എഴുതുമ്പോൾ തീത്തോസിൻ്റെ ലേഖനം എഴുതുമ്പോൾ സെൻറ്റ് പോൾ പറയും, എന്താ പറഞ്ഞിരിക്കുന്നത്? 3:8 ശ്രുതികട ഹല്ലേലൂയ. ഈ പറഞ്ഞത് സത്യമാണ്. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ ജാഗരൂകരായിരിക്കാൻ വേണ്ടി ഇക്കാര്യങ്ങളിൽ നീ സമ്മർദ്ദം ചെലുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവയെല്ലാം ശ്രേഷ്ഠവും മനുഷ്യർക്ക് പ്രയോജനകരവുമാണ്. നമ്മൾ എന്താണ് ഈ വിഷയം ഇത്രയും സീരിയസ് പഠിപ്പിക്കാൻ കാരണം ഉടമ്പടി എന്ന് പറയുന്നത് മുഴുവനും പ്രവൃത്തികളാണ്. പ്രാർത്ഥനയുടെ അംശം അതിൻ്റെ അകത്ത് 30% ഉള്ളു, ബാക്കിയെല്ലാം പ്രവൃത്തിയുടേതാണ്. അപ്പോൾ ഈ പ്രവൃത്തികൾ ചെയ്യുന്നവരെ 2 കാര്യം മനസ്സിലാക്കണം. ഒന്നാമത്തെ ഇത് വർക്കൗട്ട് ഫയർ ആകണമെന്നുണ്ടെങ്കിൽ പ്രവൃത്തികൾ ചെയ്യണം. പക്ഷേ ദിസ് ഇസ് നോട്ട് മൈ പോയിൻ്റ്. എൻ്റെ പോയിൻ്റ് ഇതുമല്ല. ഞാൻ എന്താ നിങ്ങൾ പറഞ്ഞത്? ഈ സൽപ്രവൃത്തികൾ ഒരു ക്രിസ്തുഇതരമായിട്ട് ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് വി ക്യാൻ ഡു സോ മെനി ഗുഡ് വർക്ക്സ്. അതൊന്നും കൗണ്ടഡ് ആകത്തില്ല. എന്താ കാര്യം? അത് ക്രിസ്തുവിൻ്റെ മഹത്വത്തെ പ്രഘോഷിക്കാത്ത, അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താത്ത പ്രവൃത്തികളെല്ലാം ശരിക്കും പറഞ്ഞാൽ അത് കൃപാവര പ്രവൃത്തികളല്ല. വി ആർ എയിമിങ് ഫോർ ഗ്രേസ്ഫുൾ വർക്ക്സ്, കൃപാവര പ്രവൃത്തികൾ. നിങ്ങളത് വളരെ കൃത്യമായിട്ട് ചെയ്യണം. സൽപ്രവൃത്തിയും കൃപാവര പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, കൃപാവര പ്രവൃത്തി ഫോർ ദ ഗ്ലോറിഫിക്കേഷൻ ഓഫ് ക്രൈസ്റ്റ് നെയിം, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനാണ് അത് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ടാണ് ഇൻറ്റൻഷൻ പ്രധാനപ്പെട്ടതായി വരുന്നത്. നമുക്ക് ഇൻറ്റൻഷൻ പ്രധാനപ്പെട്ട, ചെയ്ത പ്രവൃത്തി ചെയ്യല്ല പ്രശ്നം. നിങ്ങൾ അതാണ് ഈശോ ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 10:42 ശ്രുതികട്ടെ ഹല്ലേലൂയ. മത്തായി 10:42 ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ പ്രശ്നം എന്തുമാത്രം വലിയ കാര്യങ്ങൾ ചെയ്തു എന്നല്ല, ചെറിയ കാര്യങ്ങൾ പോലും ചെയ്താൽ അത് കൗണ്ടാകണത് അത് കൃപാവര പ്രവൃത്തി ആയതുകൊണ്ടാണ്. മനസ്സിലായോ? അത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ്. ഈ നമ്മൾ ഉടമ്പടിയിലിട്ട് വരുമ്പോൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാൻ പറ്റിയ വചനമാണ് മത്തായി സുവിശേഷം 25:40. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മത്തായി 25:40 ശ്രുതികട്ടെ. മത്തായി 25:40 രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഇതിന് വരുന്ന വിഷയം ഈ കൃപാവര പ്രവൃത്തി എങ്ങനെ ചെയ്യണത്, അതാണ് 25:40. ആ വചനം ഒന്ന് വായിച്ചേ. മത്തായി സുവിശേഷം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന്
എൻ്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അപ്പൊ ഇതാണ് കൃപാവര പ്രവൃത്തി എന്ന് പറയണത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിന് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ഡയറക്റ്റായിട്ട്. അതെങ്ങനെയാണ്? ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആണ് നമ്മൾ ഏറ്റവും എളിയ സഹോദരന് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനകത്ത് എന്താ നമുക്ക് വേണ്ടത്? രണ്ട് കാര്യങ്ങൾ വേണം. എന്ത് വേണം? ക്രിസ്തുവിനോടുള്ള സ്നേഹം വേണം, ആ സഹോദരനോടുള്ള സ്നേഹം വേണം. രണ്ട് സംഭവം വേണം. വിശ്വാസം മാത്രം പോരാ. രണ്ട് കാര്യം, കൃപാവര പ്രവർത്തിക്ക് രണ്ട് കാര്യം വേണം. എന്തൊക്കെ വേണം? ഒന്ന് ക്രിസ്തുവിനോടുള്ള സ്നേഹം വേണം. രണ്ടാമത്തത് സഹോദര സ്നേഹം. നിങ്ങൾക്ക് എന്താ സംഭവിച്ചിട്ടുണ്ട്? നിങ്ങൾക്ക് മാതാവിനോടാണ് കൂടുതൽ സ്നേഹം വരുന്നത്. ദിസ് ഈസ് റോങ്. അല്ല, അതല്ല സംഭവം. അമ്മ എന്താ ചെയ്യണത്? ഇപ്പം അമ്മ ചെയ്തിരിക്കണത് അവൻ പറയണത് പോലെ ചെയ്യുക. അതാ പ്രശ്നം. ഈ ചെയ്ത്താണ് കൃപാവര പ്രവൃത്തി എന്ന് പറയണത്. ഇപ്പം എനിക്കും നിനക്കും എന്താ? എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ല. നമ്മുടെ പ്രശ്നങ്ങൾക്ക് വരാൻ പോകുന്ന വിഷയം ഒന്ന്, ദൈവത്തിന് അവിടെ റോളില്ല എന്നാണ്. നിനക്ക് ജോലി കിട്ടും, അതിനുശേഷം നീ കല്യാണം കഴിക്കും, നീ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കും, അവർ പഠിക്കും. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു ഞായറാഴ്ചയാണ് വീട് പിടിച്ചത്. ഒരു അത്യാവശ്യം ഒരു വിഷയം ഉണ്ടായ കാരണം ഞായറാഴ്ച എനിക്കൊരു വീട്ടിൽ പോകേണ്ടി വന്നു. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ 2 കുട്ടികളും കാറ്റഗിസത്തിന് പോയിട്ടില്ല അന്ന്. അപ്പോൾ എൻ്റെ സ്വഭാവത്തിന് പിന്നെ അവരുടെമായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളല്ല പ്രശ്നം. എനിക്ക് അവരുമായിട്ട് എൻ്റെ കാര്യം ചിലപ്പോൾ നടന്നില്ലല്ലോ. ഞാൻ ചോദിച്ചു, ഈ പിള്ളേരെന്താണ് കാറ്റഗിസിൽ പോകാത്തെന്ന് ചോദിച്ചു. നിങ്ങളൊരു വീട്ടിൽ ഉടമ്പടി എടുത്തവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു വീട്ടിൽ കാറ്റഗിസത്തിനും പോകാതെയോ കുർബാനയ്ക്ക് പോകാതെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, നിങ്ങൾ ദൈവസ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും. അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, നമ്മളെന്തിനാണ് അവരുടെ കാര്യത്തിൽ ഇടപെടണമെന്ന് ചോദിക്കും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു വ്യക്തിക്ക് ദൈവസ്നേഹമുണ്ടോ ഇല്ലേ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വലിയ കുഴപ്പമില്ല, പൊല്ലാപ്പില്ലാത്ത വിഷയങ്ങൾക്കൊക്കെ നമ്മൾ സേഫായിട്ട് നമ്മൾ ഡേഞ്ചർ സോണിലൊക്കെ ഒരിക്കലും കളിക്കത്തില്ല, സേഫ് സോണിലേ കളിക്കത്തുള്ളൂ. അപ്പോൾ തന്നെ ദൈവത്തിന് അറിയാം. ദൈവത്തിന് നിങ്ങൾ എന്ത് പറഞ്ഞാലും കണ്ണിൽ പൊടിയിടാൻ പറ്റില്ല. കണ്ണിത്തിരി വലുതാണ്, അത്രേ കുഴപ്പമാണ്. നമുക്ക് ഇടണ പൊടിക്കൊരു കണക്കില്ലേ? ഇല്ലേ? നമുക്കിടാൻ ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ പറ്റരുത്. കാര്യം ദൈവത്തിൻ്റെ കണ്ണിത്തിരി വലുതായിപ്പോയി. നമുക്ക് ഇടണ പൊടിക്കൊരു കണക്കുണ്ടല്ല, അതല്ലേ പ്രശ്നം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം തന്നെ ദൈവസ്നേഹം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. 3:12 എടുത്ത് തെസ്സലോനിയൻസ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 തെസ്സലോനിക്ക 3:12 ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ പറഞ്ഞേ, ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ നിങ്ങൾക്ക് തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടുമുള്ള സ്നേഹം വളർന്ന് സമൃദ്ധമാകാൻ കർത്താവ് ഇടവരുത്തട്ടെ. ഇപ്പം ദൈവത്തിന് റോളുണ്ട് ഇതിൻ്റെ അകത്ത്. നമുക്ക് ലവ് ഓഫ് ഗോഡ് ലെവൽ കുറവാണെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ട അതാണ്. എൻ്റെ IELTS പാസ്സാക്കണേ, എൻ്റെ IELTS പാസ്സാക്കി ജന്മം പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് അതുകൊണ്ട് പ്രയോജനമില്ല. ദൈവം പറയും എനിക്ക് നിനക്ക് എന്താ എന്ന് ചോദിക്കും. ഇതാണ് പ്രശ്നം. എൻ്റെ IELTS പാസ്സാക്കി എൻ്റെ വസ്തു വിൽക്കണേ, എനിക്ക് കല്യാണം നടത്തണേ, എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകണമെന്ന് പറഞ്ഞാൽ മാത്രം ഇരുന്ന ദൈവം ചോദിക്കുന്ന ചോദ്യം എന്താണ്? എനിക്ക് നിനക്കും എന്താ? ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ലെവൽ വർദ്ധിപ്പിക്കണം. ടെക്നിക്കലായിട്ടാണ് ഉടമ്പടി സമീപിക്കേണ്ടത്. ലെവലിൽ അത് എന്തിനാണ്? ദൈവത്തോടുള്ള സ്നേഹം വേണം, നമുക്ക് പരസ്പര സ്നേഹം ഉണ്ടാകണം. അത് പിന്നെ എന്ത് ചെയ്യണം? പരസ്പര സ്നേഹം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇറ്റ് ഈസ് എൻ ഓൺ ഗോയിങ് പ്രോസസ്. എന്താ എഴുതിയിരിക്കണത്? ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ നിങ്ങൾക്ക് തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടുമുള്ള സ്നേഹം വളർന്ന് സമൃദ്ധമാകാൻ കർത്താവ് ഇടവരുത്തട്ടെ. അപ്പോൾ സ്നേഹം കുറഞ്ഞാൽ അതിൻ്റെ റോള് ദൈവത്തിനുണ്ട്, ഉറപ്പല്ലേ? അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ലെവൽ വർദ്ധിക്കാൻ വേണ്ടി അതിനെ ടാർഗറ്റ് ചെയ്യണം.
നിങ്ങൾ ടാർഗറ്റ് ചെയ്യണത് പക്ക മെറ്റീരിയൽ വിഷയമാണ്. ദൈവത്തിന് എൻ്റെ അടുത്ത് റോളൊന്നുമില്ല. എനിക്ക് നിനക്കും എന്ത് എന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ എനിക്ക് നിനക്ക് എന്തെന്ന് ചോദിക്കുമ്പോൾ തന്നെ ഒരു മെറ്റീരിയൽ ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കുന്നതിനോടുള്ള കർത്താവിൻ്റെ നിലപാട് ഇറ്റ് ഈസ് വെരി എവിഡൻറ്റ്, ഇറ്റ് ഈസ് ക്ലിയർ. അറിഞ്ഞ് കളിക്കണം കേട്ടോ. ഈ കളി ഉടമ്പടി ഒരു കളിയാണ്. അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കാര്യം ഒരു മെറ്റീരിയൽ ബെനിഫിറ്റ്സ് മാത്രമാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ നിലപാട് എന്താണ്? ബിറ്റ്വീൻ അസ് വാട്ട് ഇസ് ഇറ്റ്, എനിക്കും നിനക്കും എന്ത്, പിന്നെ എന്താണ്, എൻ്റെ സമയം ഇനി സമഗതമായിട്ടില്ലല്ലോ. ഈ ഒരു പ്രശ്നത്തെയാണ് മറിയം ഓവർടേക്ക് ചെയ്യണത്. ഈ നമ്മൾ മറിയത്തെ വിളിക്കുന്ന ഒരു പേരുണ്ട്, എന്താണ്? ബോധജ്ഞാനത്തിൻ്റെ അതെന്താ കാര്യം? ഇവർ പരിശുദ്ധാത്മ ഫുൾ ഓഫ് ഗ്രേസ് അല്ലേ, ഇവർ കൃപ നിറഞ്ഞവളല്ലേ. അതുകൊണ്ട് കൃപ നിറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജ്ഞാനം അറിയാൻ പറ്റും. ഇതിലെങ്ങനെയാണ് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അതിനെ എങ്ങനെയാണ് കൗൺട്രാക്ട് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. അതാണ് നമ്മൾ ജ്ഞാനവരം എന്ന് പറയണത്. അവർ മാലാഖ തന്നെ അവരെ കാണുമ്പോൾ സമയത്ത് പറഞ്ഞത് എന്താണ്? ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവൾ. കൃപ നിറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ജ്ഞാനവരം അതിൻ്റെ സമൃദ്ധി നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ എൻ്റെ പ്രോബ്ലം, വേറൊരു പ്രശ്നമുണ്ട്. ഞങ്ങളുമൊക്കെ നിങ്ങളോട് ജ്ഞാനവരത്തിലാണ് ഉപദേശം തരണത്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ചിലരോട് പറയും, പ്രശ്നമായ വഴക്കായ സാരമില്ല, നീ തന്നത്തെ ഇറങ്ങിപ്പോകുന്ന ആളല്ലേ, നീ മര്യാദയ്ക്ക് കഴിച്ചെല്ലാം പറയും. ഞാൻ എത്ര പറയത്തുള്ളൂ, പിന്നെ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കളയും. കാരണം അൾത്താറയിൽ 2 മിനിറ്റല്ലേ കിടത്തുള്ളൂ. അപ്പോൾ ഇവിടെ തന്നത്തെ ഇറങ്ങിപ്പോകാമെന്ന് എനിക്കറിയത്തില്ല. കർത്താവിനോട് പറയും ഇവിടെ തന്നത്തെ ഇറങ്ങിപ്പോകുന്നതാണ് വഴക്കുണ്ടാക്കിയത്. അപ്പോൾ അത് ഞാൻ പറയും, നീ തന്നത്തെ ഇറങ്ങിപ്പോയ ആളല്ലേ, നീ തന്നെ പോയിക്കൊള്ളാൻ പറയും, നീ തന്നെ റെസെറ്റ് ചെയ്യാൻ പറയും. പക്ഷേ ഇവിടെ ജന്മം കൊണ്ട് പോകത്തില്ല. കാര്യം ഇവർക്ക് ചമ്മലല്ലേ. അപ്പോൾ കാര്യം അമ്മായിയമ്മയും നാത്തനും മാത്രം കൂടി കാത്തിരിക്കാനല്ല. ഇന്നലെ ചേർത്തല കോടതി അടിയുണ്ടായില്ലേ നത്തു പരതമ്പിന്. കാര്യത്തിൽ ഇവിടെ തന്നത്തെ ഇറങ്ങിപ്പോയതാണ്. അപ്പം നമ്മളവിടെ എളിമപ്പെടണം. എളിമപ്പെട്ടിട്ട് സോറി പറയാൻ ബാധ്യസ്ഥമാണ്. പക്ഷേ ഈ അഹങ്കാരം ഹുങ്ക് പിടിച്ച സാധനം ഈ ജന്മത്തെ സോറി പറയത്തില്ല. കാരണം മർക്കടം മുട്ടിയാണ്. കുരങ്ങിൻ്റെ പരിപാടി അതല്ല. അകത്ത് ശർക്കര പോയി കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ തല്ലിക്കൊല്ലാൻ വേണ്ടി വരുമ്പോഴും ആ ശർക്കര ഒന്നും വിടത്തില്ല ഒരിക്കലും. അതാണ് മർക്കട മുട്ടി എന്ന് പറയുന്നത്. പണ്ട് കുരങ്ങനെ പിടിക്കുന്ന പരിപാടി അങ്ങനെ ഇരുന്നില്ല. തൊണ്ണെന്ന് പറഞ്ഞതിൻ്റെ കരിക്ക് തുളച്ച് അതിൻ്റെ അകത്ത് ശർക്കര കൊണ്ടിട്ട് വെക്കും. അപ്പോൾ കുരങ്ങ് വന്ന് വെച്ച് ഇതിൻ്റെ അകത്ത് കൈയിടും. കൈയിട്ട് കഴിയുമ്പോൾ ശർക്കരക്കരി പിടിക്കും. അപ്പോഴേ പിടിക്കുന്ന സമയത്ത് ആൾക്കാർ കുരങ്ങനെ പിടിക്കാൻ വേണ്ടി കുരങ്ങ് രസായത്തിന് വടിയും കൊണ്ട് വരും. അപ്പോൾ പക്ഷേ കുരങ്ങ് വിട്ട് കൊടുക്കത്തില്ല. ആ ശർക്കരന്ന് വിടത്തില്ല അവൻ. മര്യാദക്കാവും ബുദ്ധിപൂർവ്വം ഒരു വിവേകം ഉണ്ടെങ്കിൽ ആ കൈ വിട്ടാൽ ഊരിക്കൊണ്ട് പോകാൻ പറ്റും. പക്ഷേ പാവപ്പെട്ട വിടത്തില്ല. ഇങ്ങനെ മർക്കട മുട്ടിയോടുകൂടി തമ്മിൽ തല്ലി തലകീറി മക്കളെ വഴിയാധാരമാക്കി മരിച്ചുപോയ മനുഷ്യർ എന്തുമാത്രമാണ്. അതുകൊണ്ടാണ് അനുതാപം അവിടെ വരണത്. ഇത് ഒറ്റ നടക്കാൻ പോകത്തില്ലേ. അനുതാപം വരണ അവിടെയാണ്. ഈ വിഷയത്തിൽ നിനക്ക് അനുതാപം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അനുതാപം എന്ന് പറഞ്ഞാൽ എന്താണ്? നിൻ്റെ ജീവിത വിഷയത്തിൽ നിന്നേക്കാൾ വലുതായിട്ട് ക്രിസ്തുവിനെ കാണുന്നതാണ് അനുതാപം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആരെങ്കിലും ഇതുപോലെ മർക്കട മുട്ടിയോട് കൂടി ഞാൻ തോറ്റു കൊടുക്കത്തില്ല, ഞാൻ ഇങ്ങനെ പോകത്തില്ലെന്ന് നാട്ടുകാരോട് പറഞ്ഞു പോയി. ചില ആൾക്കാർ പറയും, ചില ആൾക്കാർ എന്താ പറയണത്? അയ്യോ ഞാൻ നിരീശ്വരവാദിയായിട്ട് എല്ലാവരോടും പറഞ്ഞു പോയി. ഒരു സ്റ്റൈലിന് പറഞ്ഞതാണ്. ഇപ്പം മർക്കട മുട്ടിയായിപ്പോയി. അകത്ത് പോയി ഇപ്പം ദൈവമുണ്ടെന്ന് ഉള്ളിൽ പറഞ്ഞെങ്കിലും പുറത്ത് പറയാൻ നാണക്കേടാണ്. ഓരോ കുരങ്ങന്മാർ പോയി അകപ്പെടണ കണ്ടില്ലേ? എന്ന് കഴിഞ്ഞാൽ അവർ ആദ്യമേ സ്റ്റൈലിന് സ്റ്റാൻഡേർഡിനും വേണ്ടി നാട്ടുകാരുടെ മുമ്പിൽ കൂട്ടുകാരുടെ മുമ്പിൽ പേരെടുക്കാൻ വേണ്ടി നിരീശ്വരവാദിയായിട്ട് സ്വയം ആ കുപ്പായം എടുത്തിട്ട് ഇനി ജന്മം വരെ നീ അതിൻ്റെ തടവറയിലാണ്, നീ രക്ഷപ്പെടത്തില്ല. എന്താ കാര്യം? നിന്നെ രക്ഷപ്പെടുത്തേണ്ട കാലത്ത് ഇവനെ നിരീശ്വരവാദിയാക്കിയിട്ട് അവൻ വീട്ടിൽ കെട്ടിയിടുന്ന വിളിച്ചുള്ള കൂട്ടുകാരുണ്ട്. അവൻ്റെ അപ്പനും അമ്മയും പോലും അതിനെക്കുറിച്ച് വിമർശിക്കുകയില്ല. അവൻ്റെ വഴി. ഇപ്പം എൻ്റെ ഒരു സിനിമാ നടൻ മരിച്ചില്ലേ, അയാളെന്താ പറഞ്ഞ മക്കളോട് പറഞ്ഞത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തെ വിശ്വസിക്കാം. അയാളുടെ ദൈവത്തെക്കുറിച്ച് വിശ്വാസത്തിന് അയാൾക്ക് ക്ലിയറൻസ് ഇല്ല. സ്വന്തം ദൈവത്തെക്കുറിച്ച് ക്ലിയറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ എല്ലാ ദുരന്തങ്ങളും, ഇതൊരു ആധ്യാത്മികമായ ദുരന്തമാണ്. വ്യക്തതയില്ലാതെ ജീവിതത്തിലെ അവസാനം വരെ പോണത്. ഇനി വ്യക്തത ഉണ്ടായതിന് ശേഷവും നിൻ്റെ കാര്യം കണ്ടതിന് ശേഷവും നാട്ടുകാരുടെ കണ്ണിപ്പോൾ ഇടാൻ വേണ്ടി നീ പഴയ വേഷം കെട്ടും.
നീ വിശ്വാസം ഉപേക്ഷിക്കുകയും ചെയ്യും. അതും ദൈവത്തിന് നേരത്തെ അറിയാം. ഉടമ്പടിക്കാലത്തൊരു വേഷം കെട്ടുകയാണിത്. അതിനുശേഷം ക്രിസ്തുവിൻ്റെ ചൈതന്യത്തെയും ജീവിതത്തെയും സാക്ഷ്യത്തെയും നീ ഉപേക്ഷിക്കുമെന്ന് ക്രിസ്തുവിന് നേരത്തെ അറിയാം. നിങ്ങൾ ഇത് ഈ തീക്കൊള്ളി കൊണ്ട് നമ്മൾ തൊട്ടാൽ പൊള്ളുന്ന കാര്യം വ്യക്തമാണ്. സത്യമായ ഒരു വിഷയത്തോട് നിങ്ങൾ ഇടപെടുമ്പോൾ നിങ്ങളുടെ മനസ്സിലിരിപ്പ് ദൈവത്തിനറിയാം. അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ തന്നെ ഒരു ധാരണയിലെത്തണം നല്ലതാണ്. ക്രിസ്തുവേ, ഉടമ്പടിക്കാലം കഴിഞ്ഞാലും അങ്ങയുടെ ചൈതന്യത്തിൽ ഞാൻ ജീവിക്കും. നാട്ടുകാരെ ബോധിപ്പിക്കാനല്ലെങ്കിലും അങ്ങയുടെ ചൈതന്യത്തിൽ ഞാൻ ജീവിക്കും. പല ആൾക്കാരും ഇന്ന് അവരുടെ അവിശ്വാസം നിലനിർത്തുന്നത് നാട്ടുകാരെ ബോധിപ്പിക്കാനാണ്. ഇപ്പം എന്നെ പള്ളിയിൽ അടക്കണ്ട എന്നൊക്കെ ഒരു സമയത്ത് സ്റ്റൈൽ ആൻഡ് സ്റ്റാൻഡേർഡായിട്ട് എന്തുമാത്രം മനുഷ്യർ പറയും. അങ്ങനെ പറയുമ്പോൾ അവർ ഉദ്ദേശിക്കണ എന്താ? ഒന്നെങ്കിൽ അവർ സാഹിത്യകാരന്മാരായിരിക്കും, അല്ലെങ്കിൽ അവർ രാഷ്ട്രീയക്കാരായിരിക്കും, അല്ലെങ്കിൽ അവർ സിനിമ നടന്മാരായിരിക്കും. എന്നാൽ ബഹുജനങ്ങളുടെ പിന്തുണ വേണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. എനിക്ക് ഈ വിശ്വാസ സമൂഹത്തിൻ്റെ പിന്തുണ മാത്രം പോരാ, എനിക്ക് ബഹുജനങ്ങളുടെ മുഴുവൻ പിന്തുണ വേണമെന്ന് ഉദ്ദേശിക്കുന്നവർ എന്തു ചെയ്യും? ആദ്യത്തെ അവർക്ക് തള്ളി പറയാൻ പറ്റുന്നത് ദൈവത്തെയാണ്. ദൈവത്തെ തള്ളി പറഞ്ഞുകൊണ്ട് ന്യൂട്രലായിട്ട് നിൽക്കും. സിനിമ നടന്മാരൊക്കെ ന്യൂട്രലായിട്ട് നിൽക്കുന്നവരുണ്ട്. അവിടെ ഉള്ളിൽ വിശ്വാസമുണ്ട്, പക്ഷേ തള്ളി പറഞ്ഞാൽ പടം കിട്ടത്തില്ല. അതുകൊണ്ട് അവരവിടെ നിൽക്കും. പാട്ടുകാരങ്ങനെ ഉണ്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരങ്ങനെ ഉണ്ട്, ന്യൂട്രലായിട്ട് നിൽക്കും അവർ. ക്രിസ്തുവിന് ഏറ്റവും പറയുന്ന ഒരു മനുഷ്യൻ്റെ ദുരന്തത്തിൽ, ആധ്യാത്മിക ദുരന്തത്തിൻ്റെ ഏറ്റവും വലുത് ക്രിസ്തുവിനെ അവന് പ്രഘോഷിക്കാൻ പറ്റാത്തൊരവസ്ഥ അവൻ തന്നെ സൃഷ്ടിക്കുന്നതാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അഭിഷേകത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതെന്താ പ്രശ്നം എന്ന് പറയണത്? ഈ സൽപ്രവൃത്തികളുടെയും നീതീകരണത്തിൻ്റെയൊക്കെ ഒരു വിഷയം എന്ന് പറയണത് ഇത് ഏതെങ്കിലും ഒക്കേഷനിൽ ചെയ്തു വരണ സംഭവമല്ല. ഇത് നിത്യത വരെ ചെയ്തുകൊണ്ട് പോകുന്ന കാര്യമാണ്. ഇത് ഓൺഗോയിങ് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുടർ നീതീകരണ പ്രക്രിയ. അതെന്തും പറയുകയാണ്, എവിടെയാണ് ഇത്? നമുക്ക് IELTS പാസ്സായ പോരാ, കാനഡയിൽ പോകാനേ പറ്റത്തുള്ളൂ. കാനഡ കഴിഞ്ഞ രാജ്യങ്ങളുണ്ട്, അതിൻ്റെ പേര് ദൈവരാജ്യം എന്നാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അവസാന നീതീകരണം ലഭിക്കണവരെ ഒരാത്മാവ് അസ്വസ്ഥമായിരിക്കും. സത്യമായ ദൈവത്തെ കണ്ടെത്തിയ മനുഷ്യരെ അവസാനത്തെ നീതീകരണം കിട്ടുന്നത് എപ്പോഴാണ്? നമ്മൾ പറഞ്ഞ 25-34 തൊട്ട വചനങ്ങളിലാണ്. അതാ 25:34. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ ഇതാണ് ലാസ്റ്റ് ജസ്റ്റിഫിക്കേഷൻ. നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്താൻ പറയണത് വരെ വി ആർ ഇൻ ദ പ്രോസസ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ. നീതികരണത്തിൻ്റെ പ്രോസസ്സാണ്. അച്ഛൻ എന്താ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു ഒക്കേഷണൽ ജസ്റ്റിഫിക്കേഷന് വേണ്ടി കുറച്ച് സൽപ്രവൃത്തികൾ ഇപ്പം ചെയ്യുകയാണ്. ഇതിനകത്ത് വരുന്നവർ ഇതുകൊണ്ട് ഉടമ്പടി ലാഗ് ചെയ്യണതിൻ്റെ കാരണം, ഒന്ന്, നിങ്ങൾ ഇതുകൊണ്ട് അവസാനിപ്പിക്കാൻ പോകുന്ന ദൈവത്തിന് അറിയാം. രണ്ട്, നിങ്ങളിത് ചെയ്യണ ദൈവസ്നേഹത്തോടെ അല്ല. അപ്പോൾ പിന്നെ ഇത് ഓവർകം ചെയ്യാനുള്ള മാർഗം എന്താണ്? ദൈവത്തോട് നേരത്തെ മുൻകൂർ ജാമ്യം പറയണം. ഞാൻ ഇതുകൊണ്ട് ക്രിസ്തീയ ജീവിതം അവസാനിപ്പിക്കത്തില്ല, ഞാൻ ദൈവസ്നേഹത്തോട് മാത്രമേ എൻ്റെ ജീവിതം ചെയ്യത്തുള്ളൂ. പക്ഷേ ഇങ്ങനെ നൗ ആൻഡ് ദെൻ ആയിട്ടൊരു വ്യക്തിക്ക് അത് ഐഡിയലല്ല. നൗ ആൻഡ് ദെൻ, അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് കുറച്ച് സൽപ്രവൃത്തികൾ ചെയ്ത് അത് ഫങ്ഷനായിട്ട് മാറ്റാം. പക്ഷേ മിഷനായിട്ടാണിത് വരേണ്ടത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നാം ഇപ്പോൾ ക്രിസ്തീയ ജീവിതം നമുക്കറിയില്ല, അബൈഡിങ് ലവ്,
യോഹന്നാന്റെ സുവിശേഷം 14:15 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തുതി. ഹല്ലേലൂയ 14:15. യോഹന്നാൻ 14:15. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ പറഞ്ഞ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. എന്റെ കൽപ്പന പാലിക്കും. അടുത്ത വചനം വായിച്ചേ. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. അപ്പോൾ ഒന്ന്, ഈ കാര്യങ്ങളെല്ലാം 14:15 അനുസരിച്ചാണ് ചെയ്യേണ്ടത്. എന്താണ്? ദൈവസ്നേഹത്തോടെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ദൈവസ്നേഹത്തോട് ചെയ്തു കഴിഞ്ഞാൽ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നത് അവൻ്റെ ആത്മാവോട് കൂടിയായിരിക്കുമെന്നാണ് കർത്താവിൻ്റെ വെളിപ്പെടുത്തൽ, വചനത്തിൻ്റെ വെളിപ്പെടുത്തൽ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അപ്പോഴും ഇപ്പോഴും നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന കാര്യം കാണാനുള്ള കാര്യപരിപാടിയേക്കാൾ സത്യസന്ധമായി ജീവിതം സുവിശേഷ സ്നേഹത്താൽ ദൈവസ്നേഹത്തോടെ പുനഃക്രമീകരിച്ചുകൊണ്ട് കൃപയിൽ നിറയുവാൻ വളരുവാൻ എന്നെ അഭിഷേകം ചെയ്യട്ടെ. അച്ഛൻ്റെ ഈ ലൈൻസ് എല്ലാം ഓർത്താണ് നിങ്ങളെ ഈ ഉടമ്പടിയുടെ കൃപാവര പ്രവൃത്തികൾ ചെയ്യുന്നെങ്കിൽ ടൈം ഷോർട്ടാവും. നിങ്ങളുടെ ഉടമ്പടിയിൽ നമുക്ക് ഉടമ്പടിയുടെ സ്വാഭാവിക സാധ്യതയാണ് ടൈം ഷോർട്ടണിങ്. ചില ആൾക്കാർക്ക് സംഭവിക്കാത്തതിൻ്റെ കാരണം, ഇപ്പോൾ ഈ ദിവസങ്ങളിൽ കേട്ട നല്ല സാക്ഷ്യങ്ങളൊന്ന് ജിനിയുടെ സാക്ഷ്യമാണ്. ജിനിയുടെ വിഷയം നിങ്ങൾക്കറിയാമല്ലോ. ജിനി ആ വിഷയത്തെ എങ്ങനെയാണ് കൗൺട്രാക്ട് ചെയ്യണം നോക്കണം. അതായത് ജിനിയുടെ വിഷയം എന്താ, ആ സാക്ഷ്യം ഒന്ന് കേൾക്കണം കേട്ടോ. അതായത് അവരുടെ എൻഡോമെട്രിക്സ് എന്ന് പറഞ്ഞ രോഗം അവർക്ക്, അതായത് ഈ കുടലുകളും അതുപോലെ തന്നെ അണ്ഡാശയത്തിൽ സിസ്റ്റ് വളരുന്നു. അപ്പോൾ ഭയങ്കര വല്ലാത്ത വേദനയാണ്, ഇപ്പോൾ സഹിക്കാനാവാത്ത വേദന. അപ്പോൾ അത് ഹോസ്പിറ്റലിൽ പോകുന്നു, അത് ഓപ്പറേറ്റ് ചെയ്ത് കളയുന്നു. അപ്പോൾ വേദന മാറുമെന്ന് വിചാരിച്ചെങ്കിലും വേദന മാറുന്നില്ല. വേദന പിന്നെ ഇരട്ടിയാകും. അത് പിന്നെ കുറേ നാൾ വേറെ ഹോസ്പിറ്റലിൽ പോകും. അപ്പോഴവർ സ്കാൻ ചെയ്യുമ്പോൾ ഈ സിസ്റ്റും ഗർഭപാത്രവും ചെറുകുടലും എല്ലാം കൂടി ഒട്ടിയിരിക്കുക. അതാണ് ആ വേദന ഇരട്ടിയായത്. അപ്പോൾ അതിനു വേണ്ടി പിന്നീട് ഒരു ഓപ്പറേഷൻ ചെയ്യും. എന്നിട്ട് ഈ കുടലുകളെല്ലാം, കുടലും ഗർഭപാത്രവും അതുപോലെ തന്നെ സിസ്റ്റും ഉള്ള ഗർഭനാളി എല്ലാം മാറ്റും. എല്ലാം മാറ്റുകയല്ല, എല്ലാം വേർപെടുത്തും. പിന്നെയും കുറേ നാളിങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെയും വേദന വരും. വേദന പിന്നെയും കൂടി അപ്പോഴും സഹിക്കാൻ പറ്റാത്ത ഹോസ്പിറ്റലിലാക്കും. പിന്നെ ഒരിക്കലും കൂടി ഓപ്പറേറ്റ് ചെയ്യും. പിന്നെ ഓപ്പറേറ്റ് ചെയ്ത് പിന്നെയും ഒട്ടിയിരിക്കുന്ന കുടൽ മാറ്റും. ഒന്ന് എനിക്ക് ഒരു വ്യക്തിയുടെ വയറിലാണ് ഇതൊക്കെ ചെയ്യണതേ. മാറ്റിയെങ്കിൽ പിന്നെയും അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ വേദന മാറത്തില്ല. പിന്നെ വേദന മാറാതെ അവർ പിന്നെ ആശുപത്രി പിന്നെ ഒരു 6 മാസം മാറുകയാണ്. പിന്നെ ആശുപത്രി മാറും. അപ്പോൾ വേറൊരു ആശുപത്രി പോകും. ആ ആശുപത്രി പോയി കഴിയുമ്പോൾ അവർ പറയും, ഇതിങ്ങനെ നമ്മളിങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് പിന്നെ കുടലും ഒട്ടിയിരിക്കണത് മാറ്റി പിന്നെ തുന്നി കെട്ടി പിന്നെയും പുറത്ത് വേദന മാറുന്നില്ല, പിന്നെ ഓപ്പറേറ്റ് ചെയ്ത് കുടലൊട്ടിരിക്കണ മാറ്റി, ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? ഇത് മൊത്തം മാറ്റാമെന്ന് പറയും. അങ്ങനെ ഓപ്പറേറ്റ് വേറൊരു ആശുപത്രി ഓപ്പറേറ്റ് ചെയ്തിട്ട് കുടൽ ഗർഭപാത്രം മാറ്റും, അതുപോലെ തന്നെ ഓവറി മാറ്റും, ഇങ്ങനെ എല്ലാം മാറ്റി അപ്പോൾ ഇനി കുഴപ്പമില്ലല്ലോ. പക്ഷെ അതെല്ലാം വയറ്റിലുണ്ടായിരുന്ന സംഭവം അവർ പറഞ്ഞ വയറ്റിലുണ്ടായിരുന്ന അങ്ങനെ എല്ലാ സാധനവും മാറ്റിയെന്ന്. വേദന വരുമെന്ന് തോന്നണ എല്ലാ സാധനവും മാറ്റിയവർ മാറ്റിയിട്ട് പിന്നെയും 3 ആഴ്ച കഴിയുമ്പോൾ പിന്നെയും പഴയതിനേക്കാൾ ഇരട്ടി വേദനയാകും. അപ്പോൾ അതിനേക്കാൾ ഇരട്ടി വേദനയാകും. അപ്പോൾ പിന്നീട് ഡോക്ടർമാർ പറഞ്ഞു, ഇനി ഈ പണിയും പറഞ്ഞുകൊണ്ട് വരരുത്, ഇവിടെ ചെയ്യാനുള്ള എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറയും.
പിന്നീട് മാറി മാറി. അപ്പം 4 കൊല്ലമാണ്, 14 ആശുപത്രി പോയി 4 കൊല്ലമാണ് ചിലവഴിക്കണത്. ഈ 4 കൊല്ലം 14 ആശുപത്രി പോയിട്ട് അവസാനം വേദന ബാക്കി, അവയവങ്ങളൊക്കെ വരുന്ന മാറുകയാണ്. പക്ഷെ അതുകൊണ്ട് വേദന പരിഹരിക്കാൻ പറ്റണില്ല. അപ്പോൾ ആരോട് പറഞ്ഞ് കൃപാസനത്തിൽ പോയാൽ പരിഹരിക്കുമെന്ന് പറഞ്ഞു, വേദന മാറുമെന്ന്. അപ്പോൾ അവരതിനെ പറഞ്ഞ വാക്ക്, എനിക്ക് മാതാവിൽ വിശ്വാസമുണ്ട്, പക്ഷെ കൃപാസനത്തിലൊന്നും വിശ്വാസമില്ലെന്ന്. മാതാവിൽ വിശ്വാസമുണ്ട്, പക്ഷെ അതിനിപ്പോൾ കൃപാസനത്തിൽ പോകണമെന്ന് നിർബന്ധമില്ലല്ലോ. നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും മാതാവ് ഉണ്ടല്ലോ, അത് കറക്റ്റാണ്, റീസണബിളായിട്ട് ശരിയാണത്, യുക്തിപരമായിട്ട് ശരിയല്ലേ. അപ്പോഴെങ്കിലും പിന്നെ സഹിക്കാനാവാതെ വന്നപ്പോൾ അവരിവിടെ വന്ന് അവർ പറയണത്, എനിക്ക് കയറി മോളിൽ പോയി ഉടമ്പ് എടുക്കാനൊന്നും പറ്റത്തില്ല, കാര്യം എൻ്റെ അവയവങ്ങളൊക്കെ വലിച്ച് പിടിക്കുകയല്ലേ, വേദനയല്ലേ. അതുകൊണ്ട് ഞാനും മരത്തെ ചാരി നിന്നിട്ട് നമുക്ക് വീട്ടിൽ പോകാമെന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഈ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഇവിടം വരെ വന്നില്ലേ, നമുക്ക് ഉടമ്പടി എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഉടനെ ഒരു ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയെങ്കിലും വേദന പിന്നെ വൈകുന്നേരം വന്ന്. അപ്പോഴന്ന് ആദ്യമായിട്ട് അവൾ മാതാവിനോട് സംസാരിച്ച്, അമ്മേ, എല്ലാവരും പറയണ കൃപാസനം ചവിട്ടിയ വേദന മാറുമെന്ന്. ഞാനും കൃപാസനം ചവിട്ടി, ഉടമ്പടിയും എടുത്ത്, എൻ്റെ വേദന എന്താ നീ മാറ്റാത്തതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എൻ്റെ വേദന മാറി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും വേദന തിരിച്ചു വന്ന്. 2 ദിവസം വന്ന് കഴിഞ്ഞപ്പോൾ പിന്നെയും വേദന തിരിച്ചു വരും. അപ്പോഴിവൾ മാതാവിനോട് സംസാരിക്കാൻ പഠിച്ചില്ലേ, പറഞ്ഞു, അമ്മേ, എനിക്കിപ്പോൾ മനസ്സിലായി, നിന്നോട് സംസാരിച്ച വേദന നീ മാറ്റുമെന്ന്. അത് ഞാൻ അനുഭവിച്ച 4 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് ഞാൻ ഉറങ്ങണത്. അവൾക്കറിയാമല്ല 4 വർഷം എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അതിൽ ഉറങ്ങണം. അപ്പം അമ്മേ, നിനക്കറിയാം എൻ്റെ വേദന മാറ്റാനറിയാം, പക്ഷേ എനിക്ക് പിന്നെ വന്നത് എന്താണ്, എനിക്ക് സഹിക്കാൻ പറ്റണില്ല എന്ന് പറയും. അപ്പോൾ മനസ്സിൽ അമ്മ ഇവരോട് പറയും, നീ എല്ലാവരോടും പറഞ്ഞില്ലേ സാക്ഷ്യം പറയാമെന്ന്, എന്നോട് നീ പറഞ്ഞില്ലല്ലോ സാക്ഷ്യം പറയാമെന്ന്. അത് കേൾക്കണം, നമുക്ക് അറിഞ്ഞു പോകും വാസുതലേ. അത് ശരിയാണ്, അത് കേൾക്കുമ്പോൾ ഫീൽ ചെയ്ത് നമുക്ക് മനസ്സിലാവും, എൻ്റെ ഫീലിംഗ് ലെവൽ ഭയങ്കരമാണ്. എല്ലാവരോടും നീ പറഞ്ഞു ചുറ്റും നടന്ന് ഞാൻ സാക്ഷ്യം പറയാമെന്ന്, പക്ഷെ നീ എന്നോട് പറഞ്ഞില്ല സാക്ഷ്യം പറയാമെന്ന്. അപ്പോൾ ഇവിടെ പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞിരിക്കണം ഞാൻ സത്യമായിട്ട് സാക്ഷ്യം പറയാമെന്ന്. ആ സെക്കൻഡ് വേദന പോകും. പിന്നെ ജിനി പറയണ വെച്ചാൽ, ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്, എനിക്ക് വണ്ടി പേടിയായിരുന്നു, ഇപ്പോൾ എനിക്ക് വണ്ടി ക്രേസാണ്, ഞാൻ വണ്ടി ഓടിച്ചാണ് പോണത്. എന്നോട് സ്റ്റെപ്പ് കയറുമെന്ന് പറഞ്ഞായിരുന്നു, വലിയ തൂക്കങ്ങൾ ഭാരം എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. ഞാനിപ്പോൾ വലിയ തൂക്കങ്ങൾ ഭാരമെടുക്കും, സ്റ്റെപ്പ് കയറും, വണ്ടി ഓടിച്ച് പോകും, ഇപ്പം ഞാൻ ഓക്കെയാന്ന് പറയും. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഫെയ്ത്ത് ഇൻ ദ റീസൺ ലെവലെന്ന്. ഇപ്പം ജിനിയുടെ ആദ്യത്തെ ഫെയ്ത്ത് ലെവൽ എന്താണ്? റീസണാണ്. കാര്യം എന്താണ്? എനിക്ക് മാതാവിൽ വിശ്വാസമുണ്ട്, നമ്മുടെ പള്ളിയിൽ മാതാവ് ഉണ്ട്, അതാണ് റീസൺ ലെവൽ എന്ന് പറയുന്നത്. പക്ഷേ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് കൃപാസന അമ്മയുടെ തിരുസന്നിധിയിൽ വന്നിട്ട് ഉടമ്പടി എടുക്കണത്. പിന്നീട് ഈ റീസൺ ലെവലായിട്ട് മാറും, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാകും, ഒക്കെ മനസ്സിലാകും. സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോഴൊക്കെ മനസ്സിലാകും സംസാരിക്കാൻ പറ്റിയ ആളാണെന്ന് മനസ്സിലാവും. നിങ്ങൾക്കറിയാവോ എന്തുമാത്രം ആൾക്കാരാണ് മാതാവിന് സംസാരിക്കണം. അവിടെ പ്രാർത്ഥന തന്നെ സ്നേഹത്തിൻ്റെ സംസാരമാക്കി മാറ്റി. അപ്പോൾ അവിടെ ദൈവസ്നേഹം കൂടി ലെവൽ വർദ്ധിപ്പിച്ചു. ഇത് ഉടമ്പടി പെട്ടെന്ന് കത്താനുള്ളൊരു മാർഗ്ഗമാണിത്. എന്താണ്? നിങ്ങളുടെ ലെവൽ വർദ്ധിപ്പിക്കണം. ലെവൽ വർദ്ധിപ്പിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. എന്താ പ്രശ്നം? നിങ്ങളുടെ വെറുപ്പ്, വിദ്വേഷം, പക, ചതി, അഹങ്കാരം, മുൻകോപം, കലഹം, ഭിന്നത, അതെല്ലാം മാറ്റേണ്ടി വരും. പക്ഷെ അതെല്ലാം മാറ്റേണ്ടി വരുമെന്ന് പറയുമ്പോഴേ നിങ്ങൾക്കറിയാമല്ലോ, ക്രിസ്തുവിൻ്റെ വചനങ്ങൾ, ചില വചനങ്ങൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര കഠിനമാണെന്ന്, അല്ലേ? ക്രിസ്തുവിൻ്റെ വചനങ്ങൾ കഠിനമല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവസ്നേഹം ഇല്ലാതെ ചില വചനങ്ങൾ ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായി? ക്രിസ്തുവിൻ്റെ വേറെ എന്നെ വിശുദ്ധിയിൽ വളർത്താൻ, എന്നെ കൃപയിൽ ഉയർത്താൻ ക്രിസ്തു വേറെ ഒരു വേഷമായി എന്നെ പരിപാലിക്കുകയാണ്. ഇത് ഭയങ്കരമാണ്. ഇതുകൊണ്ടാണ് നീ ശത്രുവിനെ പോലും ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് പറയണത്.
അല്ലേ? അങ്ങനെ വചനമില്ലേ? ശത്രുവിനെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കട്ടെ മക്കളെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5:43 എടുത്തേ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 5:43 അയൽക്കാരനെ സ്നേഹിക്കുക, പറഞ്ഞേ, അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും. ഇതൊരു ഭയങ്കര ഗോസ്പൽ മെക്കാനിസമാണ്. ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നിങ്ങളെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാക്കുകയാണ്. അല്ലാതെ അവരോട് ക്ഷമിച്ചിട്ട് നാണം കെടുക്കുക എന്നുള്ളതിലാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്, ഇല്ലേ? നമ്മളെ തന്തയ്ക്ക് വിളിച്ച് എൻ്റെ അടുത്ത് പോയി നമ്മൾ പിന്നെ അങ്ങോട്ട് ക്ഷമിക്കാനല്ലേ പറഞ്ഞിരിക്കണത്. അപ്പോൾ നമ്മൾ ഓർക്ക് ഇതെന്ത് പരിപാടി, അവൻ പിന്നെയും നമ്മൾ കളിയാക്കത്തില്ലേ? അപ്പോൾ നമ്മളെ മാനുഷികതയാണ് നമ്മൾ അവിടെ അഡ്രസ്സ് ചെയ്യണത്. ക്രിസ്തു നമ്മുടെ മാനുഷികത അല്ല അഡ്രസ്സ് ചെയ്യണത്. എന്താ പറയണത്? നിങ്ങളെ അങ്ങനെ ചെയ്താൽ നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ മക്കളായി മാറുമെന്നാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലവ് ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു ശത്രുവിൻ്റെ വേഷം കൊണ്ട് ദൈവം വരികയാണ്. ദൈവം തന്നെയാണത്, മനസ്സിലായില്ലേ? അത് വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആധ്യാത്മിക ജ്ഞാനം വേണം ഈ വിഷയത്തിൽ. നമ്മളെ ദൈവ പൈതലാക്കാൻ വേണ്ടി എന്താ ചെയ്തത്? ദൈവം എന്ത് വേഷം കെട്ടാനും തയ്യാറാണ്. അതിലൊരു വേഷമാണ് ശത്രുത എന്ന് പറയണത്. നിങ്ങൾ ചണ്ട കൂടുന്ന വേഷം. ചിലപ്പോൾ അതിൻ്റെ അകത്ത് ജ്ഞാനപരമുള്ളവൻ. അതുകൊണ്ടാണ് ക്രിസ്തു മിണ്ടാതിരിക്കും എപ്പോഴും, കുരിശിൽ പോരും. എന്താ കാര്യം? ഇതെല്ലാം പിതാവാണെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. ഈ കുരിശിലുള്ള പീഡകളെല്ലാം പിന്നിലെല്ലാം പിതാവിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ തന്നോട് ആവശ്യപ്പെട്ടുകൊണ്ട് പിതാവിൻ്റെ അദൃശ്യമായ സാന്നിധ്യം ഇതിൻ്റെ പിന്നിലുള്ളത് കൊണ്ടാണ് അവൻ കൊല്ലാൻ പോകുന്ന കുഞ്ഞാടിനെ പോലെ മൗനനായിരുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്താണ് ഇങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ കാരണം എന്താണ്? എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങളുടെയൊക്കെ കുടിക്കാൻ തന്നു. അപ്പോൾ അവരോട് ചോദിക്കും, അവർ ഈശോയോട് ചോദിക്കും, നിന്നെ എപ്പോഴാണ് വിശക്കുന്നതിനെ കണ്ടത്? എൻ്റെ ഏറ്റവും എളിയവനിൽ നീ കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അപ്പോൾ ഈ ശത്രുവിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ഈ ശത്രുതയല്ല ഏറ്റവും കൂടുതൽ എന്നെ ഹർട്ട് ചെയ്യണത്. അപ്പോൾ അതിനെ അതിലംഘിച്ചുകൊണ്ട് ഞാൻ ദൈവസ്നേഹം കൊടുക്കുമ്പോൾ ഞാൻ ദൈവപൈതലായിട്ട് ഗ്രേഡറ്റ് ചെയ്യുകയാണ്. എന്താ കാര്യം? നിത്യത കണ്ടുകൊണ്ടാണ് വചനങ്ങളെല്ലാം കഠിനമാക്കി വെച്ചിരിക്കുന്നത്. നിത്യതയുടെ ഒരു വാട്ടർ മാർക്ക് എല്ലാ വചനങ്ങളിലും ഉണ്ട്, പ്രത്യേകിച്ച് കടുപ്പമുള്ള വചനങ്ങളിൽ. ഒരു വചനം കടുപ്പമാണ്. ഇപ്പം നിനക്ക് ക്ഷമിക്കാൻ, പിന്നെ എൻ്റെ പട്ടി പോകും അവളുടെ അടിച്ചതിൻ്റെ അടുത്ത്, ഞാൻ അവളെ എൻ്റെ അടിച്ചതിൻ്റെ അടുത്ത് കയറത്തില്ല, പിന്നെ എൻ്റെ പട്ടി പോകും ക്ഷമ ചോദിക്കാന്നൊക്കെ നല്ല കാര്യമാണ്. നിങ്ങൾ അങ്ങനെ തന്നെ പറയണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ക്ഷമിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കരുത്. നിങ്ങൾ വ്യഭിചരിക്കുന്നവരാണ്. ഇപ്പോൾ ഒരു സിനിമാ നടൻ മരിക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയ പറയണത് എന്താണ്? ആ വൈഫ് തന്നെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, അയാളുടെ കൂട്ടത്തിൽ ഞാനൊരു മൂന്നാമത്തെ ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും അങ്ങനെ ഓരോ രീതി ജീവിക്കാൻ പറ്റും. ആരും നിങ്ങളുടെ കയ്യിലും കാലിലും പിടിക്കത്തില്ല. എന്നിട്ട് എവിടെയും പോയി മരിക്കാം, എവിടെയും പോയി അടക്കാം, ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ബൈബിള് അവസാനിക്കുമ്പോൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി മുതലേ കക്കുന്നവൻ കക്കുന്നവനായിട്ട് തന്നെ നിൽക്കട്ടെ. ദൈവത്തെ ഓർത്ത് കാലെ പിടിക്കുക. നിങ്ങൾ ആരും മാനസാന്തരപ്പെടരുത്. Take the word of God 22 വെളിപാട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപാട് 22:11. വെളിപാട് 22:11. അനീതി ചെയ്തിരുന്നവൻ, പറഞ്ഞേ, അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ. കൈയടിച്ച് ചെയ്തു കൊള്ളട്ടെ. ഹല്ലേലൂയ. എങ്ങനെയുണ്ട് പരിപാടി? കേട്ടോ കേട്ടോ കേട്ടോ.
ബൈബിൾ തീരാൻ പോകുകയാണ്. ലാസ്റ്റ് വാക്കുകളാണ്. എന്താണ്? അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ. പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ. നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ. വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ലാസ്റ്റ് സമയത്തിൻ്റെ അവസാനം ആരെയും മാനസാന്തരയ്ക്ക് വിളിക്കാത്ത ലോകത്തിലെ ഒരേ ഒരു പുസ്തകമാണ് ബൈബിൾ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, കുറേ പേര് ബ്രാൻഡഡ് ആയിരിക്കുകയാണ്. അവൻ മാനസാന്തരപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാര്യം അതൊരു വരപ്രസാദമാണ്. മാനസാന്തരം ദൈവം നിങ്ങൾക്ക് നൽകുന്ന മനസ്സലിവാണ്. കഠിനമായ മനസ്സുള്ളവർ കഠിനമായിട്ട് തന്നെ പോകട്ടെ എന്ന് പറയും. കഠിനമല്ലാതെ മനസ്സലിവുള്ളവനായി നിൽക്കട്ടെ, ഇനി സമയമില്ലെന്ന് പറയും. എല്ലാ മനുഷ്യരുടെ മുന്നിൽ ഈ സമയമില്ലാത്തൊരു സമയം വന്നിട്ട് പറയും, ഡോണ്ട് റിപ്പീറ്റ്, ഡോണ്ട് കൺട്രേറ്റ്, ഡോണ്ട് ഹാവ് കൺട്രീഷൻ, ഡോണ്ട് റിപ്പൻറ്റ്. എന്നെയും നിൻ്റെയും മുഖത്ത് നോക്കി ദൈവം എന്നെങ്കിലും ഇനി മാനസാന്തരപ്പെടരുതെന്ന് പറഞ്ഞാൽ ഒരു തീരുമാനമാകും. അപ്പോഴേ ഇതൊരു സമയമാണ്. മാനസാന്തരം ഒരു സമയമാണ്. ഹൃദയത്തിൻ്റെ അലിവ് ഞാൻ എപ്പോഴും ഓർക്കുകയും, ആ പുരോഹിതൻ ബൈബിളിൽ കഥ പറയുമ്പോൾ കർത്താവ് അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ല, നിത്യതയുടെ വാട്ടർ മാർക്ക് തന്നെ വെക്കും. നിത്യതയുടെ ഒരു ജലമുദ്ര വെച്ചിട്ടാണ് ബൈബിൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഓരോ കഥ പറയുമ്പോഴും അതിൻ്റെ അകത്ത് ഈ നിത്യതയുടെ വാട്ടർ മാർക്ക് കാണാം. എന്താ പറയണത്? ഒരു മനുഷ്യൻ ചോദിച്ചു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഈശോ പറഞ്ഞു, നിയമത്തിൽ എന്താണ് എഴുതിയിരിക്കണത്? അപ്പോൾ അവരെന്ത് പറയും? എല്ലാത്തിനേക്കാളും ഒരു ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലും നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. എന്നാൽ നീ പോയി അതുപോലെ ചെയ്യുക. അപ്പം അവൻ തിരിച്ചു ചോദിക്കും, ആരാണ് എൻ്റെ അയൽക്കാരൻ? അപ്പോൾ ഈശോ പറയും, ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുകയായിരുന്നു. കള്ളന്മാരുടെ കൈ അകപ്പെട്ടു. അവൻ്റെ വസ്തുവകൾ അടിച്ചു മാറ്റിയിട്ട് അവനെ മൃതപ്രായനായിട്ട് വഴി തള്ളി. ആ വഴിക്കൊരു ലേവായം പോയി, ആ വഴിക്കൊരു പുരോഹിതൻ പോയി. രണ്ട് കക്ഷികളും ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടിയാണ്. ലേവായനായാലും ശരി, അവരിൽ നിന്നാണ് പുരോഹിതനുണ്ടാകുന്നത്. അപ്പോൾ ഈ കർത്താവിനോട് അടുത്ത ശുശ്രൂഷ ചെയ്യുന്ന രണ്ട് കക്ഷികളെ ഈശോ കഥയിൽ കൊണ്ടുവരികയാണ്. എന്നിട്ട് കർത്താവുമായിട്ട് ഒരു അടുപ്പമില്ലാത്ത ഒരു സമറിയാക്കാരനെ കൊണ്ടുവരും. വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ട് കക്ഷികളും എണ്ണയുമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. പുരോഹിതൻ എണ്ണയുമായിട്ട് കൈകാര്യം ചെയ്യുന്ന സദോക്ക് പുരോഹിതനാണ്. സോളമനെ എണ്ണ ഒഴിച്ച് വാഴിച്ച ആളാണ്. പുരോഹിതന് എണ്ണ കൈകാര്യം ചെയ്യേണ്ട ആളാണ്. ലേവ്യ പുരോഹിതനും എണ്ണ കൈകാര്യം ചെയ്യുന്ന ആളാണ്. പക്ഷേ ഈ രണ്ട് കക്ഷികളുടെ എണ്ണയില്ല. ഇനി ദൈവവുമായിട്ട് ബന്ധമില്ലാത്തൊരു മനുഷ്യന് എണ്ണയും കൊണ്ട് വരുന്നുണ്ട്. അവൻ്റെ പേരെന്താണ്? സമറിയക്കാരൻ. അവനിവനെ കണ്ടു, അടുത്ത് ചെന്നു എന്ന് ബൈബിൾ എന്നിട്ട് പറയും, അവൻ്റെ മനസ്സലിഞ്ഞു വന്നു. ശ്രദ്ധിക്കട്ടെ. എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവന്റെ മുറിവുകൾ വച്ചുകെട്ടി തന്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. ലൂക്കാസ് സുവിശേഷം 10:33. എന്താണ്? അവൻ്റെ അടുത്ത് ചെന്ന് മനസ്സലിഞ്ഞു വന്നു. എൻ്റെ മക്കളെ, ഉടമ്പടി എടുത്തുകൊണ്ട് നിങ്ങൾ രോഗികളെ കാണുന്നു, പക്ഷെ മനസ്സറിയാതെ കാണാൻ പറ്റും. മനസ്സിലായില്ലേ? ഉടമ്പടി എടുത്തുകൊണ്ട് നിങ്ങൾ രോഗികളെ കാണുന്നു, അതുപോലെ തന്നെ ഓർഫണേജിൽ പോകുന്നു, വൃദ്ധസദനത്തിൽ പോകുന്നു, അവിടെ ഉടുപ്പലക്കുന്നു. പക്ഷേ എങ്ങനെയെങ്കിലും ദൈവം ഒന്ന് പ്രസാദിച്ച് എനിക്ക് ആ PR ഒന്ന് കിട്ടിയാൽ മതി. അതാണ് വിഷയം. അതിനകത്ത് വരുന്ന വിഷയം ഇതാണ്. പക്ഷെ അതിന് വേണ്ട കണ്ടൻറ് എന്താണ്? ഈ മനസ്സലിവാണ്.
പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, എനിക്ക് ഉടമ്പടി പ്രകാരം ദൈവസ്നേഹത്തോടെ എല്ലാ ദീനക്കാരിലും അങ്ങേ കാണുമ്പോൾ മനസ്സലിയാൻ എന്നെ സഹായിക്കണം. മനസ്സലിവ് ആദ്യം ഉണ്ടായത് ആർക്കാണ്? ഈശോയ്ക്കാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഫുഡ്. ജനത്തെക്കൂട്ടത്തെ കണ്ടപ്പോൾ അതിന് അനുകമ്പ തോന്നി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. 9:36 ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. പിന്നെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ അനുകമ്പ, മനസ്സലിവ്, ഒരു സൽപ്രവൃത്തിയെ ക്രിസ്തുവിൻ്റെ കൃപാപര പ്രവൃത്തിയാക്കി മാറ്റുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ നിലവാരം സ്വീകരിക്കുമ്പോഴാണ്. അപ്പോൾ മാത്രമേ താഴെ വരാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? ഒരു സൽപ്രവൃത്തിയെ കൃപാപര പ്രവൃത്തി ആക്കണത്, അത് ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ നിലവാരത്തിലേക്ക് നമ്മുടെ മനസ്സ് നിലവാരപ്പെടുമ്പോഴാണ് ശരിക്കും. പതറിയണമെങ്കിലേ എന്ത് ചെയ്താലും, ഇപ്പം ഞാൻ നിങ്ങളെ പത്രവും കൊടുത്ത് വിടും, ഭയങ്കര ഓരോരുത്തർ പറയും. അതായത് ലോകം മുഴുവൻ സുവിശേഷം ക്രിസ്തുവിനെ കൈമാറുന്ന സഭയിലെ ഏറ്റവും വലിയ ഒരു സംരംഭമാണിത്. ഇത് വെറുതെ കിട്ടിയൊന്നുമല്ല. 4 വയസ്സ് മുതൽ ഈ കക്ഷിയുടെ പുറകെ നടന്ന് കിട്ടിയതാ. എങ്ങനെയാണ് ദൈവമേ സുവിശേഷ വേല ചെയ്യേണ്ടത്, അതിന് പട്ടക്കാരനായാൽ പറ്റുമെന്ന് എനിക്കൊരു ബോധമുണ്ടായിരുന്നു 10ാം ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോഴൊക്കെ. അതിനുശേഷം പട്ടക്കാരനായതിനു ശേഷവും പിന്നെയും ബാക്കി കർത്താവെ സുവിശേഷ വേലയെക്കുറിച്ച് പിന്നെയും എനിക്ക് ഇതല്ല, ഈ ശങ്കരാചാര്യ പറഞ്ഞ പോലെ നേതി ഇതല്ല ഇതിൻ്റെ അപ്പുറത്തുണ്ടെന്ന്. അങ്ങനെ അപ്പുറത്തുള്ളതിനെ അന്വേഷിച്ചപ്പോഴാണ് കർത്താവ് നമ്മൾ ഉടമ്പടി വരെ എത്തിയത്. നിങ്ങളിന്ന് എന്തുമാത്രം പ്രേക്ഷിതരാണ് ഉള്ളത്. പക്ഷേ പ്രേക്ഷിതരെ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പത്രം കൊണ്ടൊരു മനുഷ്യൻ്റെ മുമ്പിലേക്ക്, ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ മുമ്പിലേക്ക്, അല്ലെങ്കിൽ ഒരു ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിങ്ങളെ തന്തക്ക് വിളിക്കുമെന്ന് ആദ്യമേ നിങ്ങൾ കരുതണം. കാര്യം അവർക്ക് അവിടെ നിന്ന് തന്തക്ക് വിളിക്കാതിരിക്കുന്നത് ആരായിരിക്കും? അവരായിരിക്കല്ലേ, ക്രിസ്തു തന്നെയായിരിക്കും. പോരെ, പണിയായം. കാര്യം വചനം അങ്ങനെയല്ല പോണത്. നിങ്ങളെ ഉപദ്രവിക്കുന്നവരിൽ ആരെ കാണുമെന്നാണ് പറയണത്? ക്രിസ്തുവിനെ കാണണം. എന്നിട്ട് എന്താ കാണണത്? ഈ മനോഭാവം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ എളിമപ്പെടണം. അല്ലാതെ അവരെയും തന്തക്ക് വിളിച്ചിട്ട് പോരരുത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഫിലിപ്പിയർ 2:6. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഫിലിപ്പി 2:5 മുതലുള്ള തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം, പറഞ്ഞ യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിൽ അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. ഈ ആകൃതിയും മനുഷ്യനെ പോലെ ആയി കാണപ്പെട്ടു എന്നുള്ള മനുഷ്യാവതാരം തുടരുകയാണ്. എന്താ കാര്യം? പല മനുഷ്യന്മാരും നമ്മളോട് ക്രിസ്തുവിൽ വളരൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പീഡിപ്പിക്കുകയും ഞെരുക്കുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറയണത്? ബുദ്ധിയും ബോധമുള്ളവൻ ആഹ്ലാദിച്ചുല്ലസിക്കുവൻ. എന്താ കാര്യം? സ്വർഗ്ഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ലൂക്കാ 6:35. എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ
നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും വ്യാജമായ എല്ലാത്തരം കുറ്റങ്ങളും നിങ്ങളുടെ മേൽ ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ചുല്ലസിക്കുവാൻ എന്ന് പറഞ്ഞ് മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും എല്ലാ കുറ്റങ്ങളും നിങ്ങളുടെ മേൽ ആരോപിക്കുകയും ചെയ്യുമ്പോൾ ആഹ്ലാദിച്ചുല്ലസിക്കുവാൻ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലുള്ള പ്രതിഫലം വലുതായിരിക്കും. ഇപ്പൊ ചില സമയത്ത് ക്രിസ്തുവിന് വേണ്ടി ഇതുപോലെ അപമാനം ഏറ്റാൽ എന്ത് ചെയ്യണം? നമ്മൾ വിഷമിച്ച് വീട്ടിൽ പോരെന്നല്ല പറയണത്, ആഹ്ലാദിച്ച് ഉല്ലസിക്കണം. എന്താ കാര്യം? മത്തായി 5:11-12 എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. സ്വർഗത്തിൽ പ്രതിഫലമെന്ന് മാത്രം പറഞ്ഞാൽ ഓക്കെ. ഇതങ്ങനെയല്ല പ്രശ്നം. വലിയ പ്രതിഫലമുണ്ട്, ചെറിയ പ്രതിഫലമുണ്ട്. മനസ്സിലായില്ലേ? ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ്. അതായത് ഓരോ വ്യക്തികൾക്കും അവരുടെ അധ്വാനത്തിന് ആനുപേക്ഷികമായ പ്രതിഫലമാണ് ലഭിക്കുന്നത്. അപ്പം അതിനകത്ത് വലിയ പ്രതിഫലമുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ? അതുപോലെ തന്നെ മഹത്വം കൃപ സ്വീകരിക്കുന്ന അനുസരിച്ച് കൊണ്ട് നമുക്ക് ആർജിക്കുന്ന മഹത്വം വലിയ മഹത്വമുണ്ട്, ചെറിയ മഹത്വമുണ്ട്. മഹത്വമില്ലായ്മയും ഉണ്ടാകും ചിലപ്പോൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർക്കുക, സൽപ്രവൃത്തികൾ കൂടിപ്പോയെന്ന് ആരും ചിന്തിക്കരുത്. എത്ര കൂടിയാലും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്തെല്ലാം തരം അപകട മേഖലകളിലൂടെയാണ് സുവിശേഷത്തിൻ്റെ സാക്ഷ്യ ജീവിതം ഈശോ മുന്നേറ്റിക്കൊണ്ടു പോകണമെന്നറിയാവോ? മനുഷ്യർ നിങ്ങൾ ചണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കുക, അവഹേളിക്കുക, വേച്ചമായ കുറ്റം ആരോപിക്കുക. അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ. സത്യസന്ധമായ ദൈവത്തെ, സ്വർഗത്തെ കണ്ടവർക്ക് മാത്രമേ ഇതുപോലെ വ്യക്തമായിട്ട് മനുഷ്യരാശിയെ പ്രബോധിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവർക്ക് വേദഘോരമായിട്ടുള്ള കുറേ സ്വപ്നങ്ങളെ കൊണ്ട് കൊടുത്ത് മാനുഷികമായിട്ട് മനുഷ്യനെ വഞ്ചിക്കുകയാണ് ചെയ്യണത്. സത്യസന്ധമായി ഈ ഭൂമിയിൽ നാം അനുഭവിക്കുന്ന എണ്ണീന് പറയുന്ന മാനസിക ശാരീരിക പീഡകൾ, when we receive it in the name of Jesus Christ, we are in our kingdom of God. നമ്മൾ ദൈവത്തിൻ്റെ ആലയത്തിലാണ്, അവൻ്റെ ദൈവരാജ്യത്തിലായിരിക്കും. അപ്പം ദൈവരാജ്യത്തിനെ പ്രതിയായിട്ട് നിങ്ങൾ കാഴ്ചവെക്കണം. എന്ത് വിഷയമുണ്ട്? അതുകൊണ്ടാണ് നിങ്ങൾ പരമാവധി പോകണ്ട എന്ന് ഈശോ പറയണത്. ശണ്ട കൂടാൻ പോകണ്ട എന്ന് ഈശോ പറയണത്. ചിലടത്ത് തോറ്റു കൊടുക്കാൻ പറയും, ചിലത് തല്ലും കൊണ്ട് പോരാൻ പറയും. എന്താ കാര്യം? നമുക്കിനിയും പോകാൻ ഇടമുണ്ട്. അതുകൊണ്ടാണ്. പോകാൻ ഇടമില്ലാത്തവർ തല്ലും കൊണ്ട് പോരണ്ട, തിരിച്ച് തല്ലിട്ട് പോരാൻ പറയും. അവർക്ക് പോകാൻ ഇടമില്ല. ഈ ഭൂമി വെച്ച് അവരുടെ ജീവിതം അവസാനിക്കുകയാണ്, സെമിത്തേരി വെച്ച്. പക്ഷെ നീ അങ്ങനെയല്ല. നിനക്ക് വേണ്ടി മരിച്ചവൻ നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റുകൊണ്ട് അവൻ വീണ്ടും വരുമെന്ന് പറയുന്നുണ്ട്. സമരക്കാരൻ പറയുന്ന കഥയിൽ ഒരു വാക്കുണ്ട്. എന്താണ് ആ വാക്ക്? ആ മനുഷ്യനെ കൊണ്ട് സത്യത്തിലാക്കിയിട്ട് പറയും, 2 ദിനാറ കൊടുത്തിട്ട് പറയും, എന്തെങ്കിലും കുറവുണ്ടാകും, എനിക്കറിയാം, ഇവന് എന്തെങ്കിലും കുറവുണ്ടായാൽ ഞാൻ തന്നെ അത് നികത്താതിരിക്കത്തില്ല. എപ്പോഴാണ്? ഞാൻ തിരിച്ചു വരുമെന്ന്. ആരാണ് തിരിച്ചു വരാൻ പോണത്? നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ തിരിച്ചു വരുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ക്രിസ്തു. കൈയടിച്ച് കർത്താവേ. ലൂക്ക 10:35. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദിനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. ഹല്ലേലൂയ. ഈ സമരിയക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. പരിശുദ്ധാത്മാവിലാണ് സുവിശേഷം വായിക്കുന്നുണ്ടെങ്കിൽ ആത്മാവ് അവനോട് പറയും,
ഇത് നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനാണ്. ഇവൻ്റെ കയ്യിരിക്കുന്ന വെള്ളവും ഇവൻ്റെ കയ്യിരിക്കുന്ന വീഞ്ഞും എണ്ണയുമാണ് നിന്നെ ആത്മാവിനെ പൂരിതമാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ. ഇവനെന്താ പറയണത്? ആ സത്യസൂക്ഷിപ്പുകാരനോട് പറയുന്ന വാക്കുണ്ട്. എന്താ പറയണത്? എന്തെങ്കിലും കൂടി ചിലവാകണമെങ്കിൽ അതാരോട് പറയണതാ? ആരെല്ലാം കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നുവോ അവനോടെല്ലാം ദൈവം പറഞ്ഞ വാക്കാണ്, നിൻ്റെ സഹോദരന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, അപ്പന് വേണ്ടി, അയൽവാസിക്ക് വേണ്ടി, നിൻ്റെ ശത്രുവിന് വേണ്ടി പോലും എന്തെങ്കിലും കൂടി നിൻ്റെ കയ്യിൽ ചിലവാകണമെങ്കിൽ എൻ്റെ ദൈവവേദന അത് സൗജന്യമല്ല. ഐ വിൽ റീപേ ഇറ്റ്. ഞാനത് തിരിച്ചു തരും. എപ്പോഴാണ്? ഞാൻ വരുമ്പോൾ വരണവരെ നീ കാത്തിരിക്കണം. കൈയടിച്ച് കർത്താവ് നിത്യതയിൽ അവസാനം ഈശോ വരുന്നത് വരാണ് ആ വിഷയം. നമ്മളെല്ലാം ഈ സൽപ്രവൃത്തികളും കൃപാവര പ്രവൃത്തികളും ചെയ്യണത് എന്തുകൊണ്ടാണ്? അവൻ മഹത്വരാജനായി വീണ്ടും വരുമ്പോൾ അവൻ്റെ കൂടെ അവൻ്റെ സൂര്യശോഭയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് മഹത്വത്തിൻ്റെ സ്വർഗീയ വിരുന്നിലെ സ്വർഗീയ ജെറുസലേമിലെ മണവാളിൻ്റെ കൂടെ സഭയാകുന്ന മണവാട്ടി നിത്യമായ ബാങ്കറ്റ് ആൻഡ് ഫീസ്റ്റിൻ്റെ സെലിബ്രേഷൻസിന് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒരുക്കുകയാണ്. കൈയിടിച്ച് കർത്താവ് പോയെന്നൊന്നും പറയരുത് കേട്ടോ. അപ്പനെയും അമ്മനെയും അയൽവാസികളെയൊക്കെ സഹായിച്ചതിൽ കൂടിപ്പോയെന്നൊന്നും പറയരുത്. കൂടിപ്പോയാൽ എന്തെങ്കിലും കൂടുതൽ ചിലവായാൽ എന്താണ്? ഞാൻ തിരിച്ചു വരുമ്പോഴേ അത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള നിക്ഷേപമാണ്. കൈയടിച്ച് കർത്താവ് നമ്മൾ പറയുന്ന അയാൾ ആ മുറിവിലൊഴിച്ച എണ്ണയില്ലേ ആ സമരക്കാരൻ എൻ്റെ ആ വഴിവെക്കിൽ മൃതപ്രമായി കിടന്ന മനുഷ്യൻ്റെ വ്രണങ്ങൾ എന്താണ് ഒഴിച്ചത്? എണ്ണയും വീഞ്ഞും. അതാണ് ഈ സൽപ്രവൃത്തികളെന്ന് പറയണത്. മനസ്സിലായില്ലേ? നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തികളുടെ പ്രതീകാത്മകമായ സുവിശേഷ വചനമാണ് എണ്ണയും വീഞ്ഞുമെന്ന്. ചില സമയത്ത് നമ്മൾ അതുകൊണ്ടാണ് ഈശോ പറയണത് ചില ഒരു ഭയങ്കര ബുദ്ധിമാന്മാരായിരിക്കും, പക്ഷെ വിവരം ഉണ്ടാകത്തില്ലെന്ന്. ഭയങ്കര ബുദ്ധിമാന്മാരായിരിക്കും മനുഷ്യന്മാരുടെ കൂട്ടത്തിലേ. സാധാരണ മനുഷ്യരുമുണ്ട്, കുറച്ച് ബുദ്ധി കൂടിയ ആൾക്കാരുണ്ടല്ലോ. അപ്പം അവരെല്ലാം ചെയ്യണത് നമ്മളെന്ത് കൊടുക്കുന്നു, നമുക്കെന്ത് കിട്ടുന്നു, അതിനൊരു അംശം അങ്ങോട്ട് കൊടുക്കുന്നു. നമ്മളൊരു ദൈവമായിട്ടൊരു ബിസിനസ്സിലാണ് നമ്മൾ ചെയ്യണത്. കാരണം നമ്മൾ പറയും അനിയത്തിയുണ്ട്, ചേട്ടത്തിയുണ്ട്, ചേട്ടനുണ്ട്, അവരൊക്കെ ഈ അമ്മ പറ്റത്തില്ലേ, പിന്നെ എനിക്ക് മാത്രം എൻ്റെ ബെഡ്ക്ക് എന്ത് മാത്രമുണ്ട് അമ്മ വന്ന് അത് കണക്ക് പറയില്ലേ. മിണ്ടാണ്ടിരിക്കാനാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ ഉള്ളത് ചെയ്തതുപോലെ ഇല്ലാണ്ടാവും. നമ്മളുടനെ പറയത്തില്ലേ, ആശുപത്രി പോയി നിൽക്കുമ്പോൾ അമ്മയുടെ കൂടെ ആശുപത്രി പോയി നിൽക്കുമ്പോൾ പറയത്തില്ലേ, ഞാൻ മാത്രമുള്ള അനിയത്തിയുണ്ട്, അവൾ പോയി നിൽക്കണില്ല, അവൾ ടീച്ചറാണ്, മൂർത്തി ചേടത്തിയുണ്ട്, അവിടെ കാനഡയിൽ പോയിരിക്കുകയാണ്, അവളിങ്ങനെ വരത്തിരിക്കുക, പിടിക്കത്ത് പോയില്ല, ഞാൻ മാത്രമാണ് എൻ്റെ പള്ളിക്കാണ് എല്ലാം കിടക്കണമെന്ന്. എൻ്റെ മക്കളെ, നിങ്ങൾ നിത്യതയിൽ നിനക്ക് ഓഹരി കിട്ടാൻ വേണ്ടി കർത്താവ് നിന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തിട്ട് നിനക്ക് ഈ വിഷയം ഏൽപ്പിച്ചേക്കുന്ന ആരാണ്? ക്രിസ്തുവാണെന്ന് കരുതാത്തോളം കാലം നിനക്കൊരിക്കലും കൃപയായി ജീവിക്കാൻ പറ്റത്തില്ല. അവരെ ഒരിക്കലും കമ്പയർ ചെയ്യരുത് ഒരു വിഷയത്തിന്. ഇവിടെ എന്താ പ്രശ്നം? ചിലർക്ക് എണ്ണ ഉണ്ട്, ചിലർക്ക് എണ്ണയില്ല, അത്രേ ഉള്ളൂ. ഒരപ്പൻ്റെ അമ്മയുടെ മക്കളായിരിക്കാം. ചിലർക്ക് എണ്ണ കയ്യിലുണ്ടാകാം, ചിലർക്ക് കയ്യിൽ എണ്ണ ഉണ്ടാകത്തില്ല. അതാണ് പ്രശ്നം. അവരെ കുറ്റം പറഞ്ഞ എന്താ കാര്യം? അവരെണ്ണ വാങ്ങാൻ പോയിരിക്കുകയല്ലേ, അപ്പം മണവാളം വരും. പരിപാടി തീർന്നില്ലേ? വായിച്ച് 25:4 മത്തായി സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 25:4 മത്തായിയുടെ സുവിശേഷം. ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 25:4 വിവേകമതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. ഇപ്പൊ വിളക്ക് മാത്രം എടുത്തിട്ട് കാര്യമില്ല. ചില ആൾക്കാർ വചനം മാത്രമുണ്ട്, വിളക്കുണ്ട്, എണ്ണയില്ല. അതാണ് പ്രശ്നം. വിളക്ക് ഈ 10 കന്യകമാരുടെ കയ്യിലും വിളക്കുണ്ടേ. എല്ലാവരും ഈ വിശ്വാസത്തിൽ വിളക്കിൽ തന്നെ വിശ്വസിക്കണത്. പക്ഷേ ഈ സംഭവം കത്തത്തില്ല. വചനം കത്തിക്കണമെങ്കിൽ എന്ത് വേണം? എണ്ണ വേണം. അതിനെന്ത് വേണം? മനസ്സലിവ് വേണം. മറ്റാൾ എണ്ണ പെട്ടിയതിന് മുമ്പ് സംഭവം ഉണ്ടായി. അയാൾക്ക് സമരക്കാർ എണ്ണ പെട്ടുന്ന മുമ്പ് എന്താ സംഭവിച്ചത്? മനസ്സലിഞ്ഞ്. അല്ല, ജോസഫ് മതിയിടല്ല എണ്ണ പെട്ടിയത്. നിങ്ങൾ പല ആൾക്കാർ എണ്ണ പെട്ടണം ഉടമ്പടി എടുത്തതുകൊണ്ടാണ് സൽപ്രവൃത്തി കാണിക്കണത്. അതല്ല, മനസ്സലിയണം. ആരെ പ്രതി? ക്രിസ്തുവിനെ പ്രതി മനസ്സലിയുമ്പോൾ ആണ് അത് ക്രിസ്തുവിൻ്റെ കൃപാവര പ്രവൃത്തിയായിട്ട് മാറണത്.
അല്ലെങ്കിൽ അത് ഉടമ്പടി പ്രവൃത്തിയായിട്ട് കേവലമായിട്ട് മാറുകയും ഫ്രൂട്ട്ഫുൾ അല്ലാതെ വരികയാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? 10 കന്യകമാരുണ്ടായിരുന്നു. അതിൽ ചിലർ 5 പേര് പാത്രങ്ങളിൽ എണ്ണ എടുത്ത് വേറെ എക്സ്ട്രാ ആയിട്ട് എടുത്തു. ചെറിയ വിളക്ക് മാത്രം കൊണ്ടുവന്നു. പക്ഷേ എന്താ പറയുക, അവസാനം ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. നീ എൻ്റെ ചേടത്തിയല്ലേ, നിൻ്റെ സൽപ്രവൃത്തി കുറച്ച് ഇങ്ങോട്ട് തരാൻ പറഞ്ഞാൽ തരാൻ പറ്റത്തില്ല. അതാണ് വിഷയം. അത് അവസാനമേ മനസ്സിലാകത്തുള്ളൂ. നീ എൻ്റെ അനിയത്തിയല്ലേ, നമ്മൾ രണ്ട് ഒരു വയറ്റിൽ പെറ്റതല്ലേ, നീ എൻ്റെ ഭർത്താവല്ലേ, നീ എൻ്റെ ഭാര്യയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൽപ്രവൃത്തികൾക്ക് കൃപ കൈമാറ്റാൻ, അനുഗ്രഹം കൊടുക്കാൻ പറ്റുമായിരിക്കും, കൃപ കൈമാറാൻ പറ്റത്തില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അല്ലാതെ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭാര്യ പള്ളിയിൽ പോകണ്ടല്ല, പിന്നെ എനിക്ക് വേണ്ടി കൂടി നീ പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അനുഗ്രഹം ഓക്കെയാണ്, കൃപ ഓക്കെയല്ല. അത് നീ തന്നെ കർത്താവിൻ്റെ നാമത്തെ സ്വീകരിച്ച് ദൈവസ്നേഹത്തോടെ നിൻ്റെ ആത്മാവിൽ നീ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവിടെ പങ്കുകാരില്ല. അതാണ് പറയണത്. ആ കന്യകമായിട്ട് പറയുന്നത് കേട്ടല്ലേ, ഞങ്ങൾ തരത്തില്ല, തന്നിട്ടും കാര്യമില്ല. കാര്യം എന്താ, ഞങ്ങൾക്ക് നിങ്ങൾക്ക് തികയാതെ വരും. പക്ഷേ കൃപയ്ക്കൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തികയാതെ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് അത് കൈമാറ്റം ചെയ്യാൻ പറ്റാത്തത്. കൃപ കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല. അത് വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് നീ 10 പത്രം കൂടുതൽ കൊടുത്താൽ അതിൻ്റെ കർത്താവിൻ്റെ നാമത്തിലാണ് കൊടുത്തിരിക്കണമെങ്കിൽ അതിൻ്റെ കൃപ നിനക്കാണ് ലഭിക്കണത്. അതുകൊണ്ട് ഇവിടെ വെച്ച് നീ കൃപയുടെ കോടീശ്വരനാകാൻ നോക്കണം. കാര്യം കഠിന വചനങ്ങളാണ് ചെയ്യുമ്പോഴാണ് അതിലാണ് കൂടുതൽ കൃപ അടങ്ങിയിരിക്കുന്നത്. അതിൻ്റെല്ലാം നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. കർത്താവ് നിത്യതയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ എന്താ പ്രശ്നം? ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. 5:10 മണവാളൻ വരാൻ വൈകി, ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവിനെന്ന് ആർപ്പുവിളിയുണ്ടായി. പക്ഷേ കന്യകമാർ എഴുന്നേറ്റപ്പോൾ കുറേ പേർക്ക് എണ്ണയില്ല. അവർ പിന്നെ അവരുടനെ വാതിൽ അടക്കപ്പെടുകയാണ്. കർത്താവ് നിത്യതയുടെ കാര്യം പറയുമ്പോഴാണ് ഇതില്ല, അവസാനം പറയണ ഭാഗമാണ് ഇതില്ല. കർത്താവിൻ്റെ ഈ യാത്രയുടെ ഈ മാനുഷികമായ അവതാര യാത്ര അവസാനിക്കണ മുമ്പ് ലാസ്റ്റ് പറയുന്ന ഭാഗങ്ങളാണ് മത്തായി 25 കൊണ്ടൊന്ന് ചേർത്തിരിക്കുന്നത്. ഇവിടുത്തെ മണവാളനല്ല ഈശോയാണ്. വരാൻ പോരണേ വൈകുന്നതെല്ലാം അവൻ്റെ 2ാം വരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയണം. മുഴുവനും കഥകളിലൂടെ പറയണമെന്നേ ഉള്ളൂ. അപ്പോഴൊരു കാര്യം, മണവാളൻ വരാൻ വൈകിയെന്ന് കഥ പറയുന്നുണ്ട്. സെൻറ്റ് പോളിനൊക്കെ പറഞ്ഞ അബദ്ധം, ഇത്തിരി കൂടി പരിശുദ്ധാത്മാവ് ഉണ്ടായെങ്കിൽ കർത്താവ് വരാൻ വൈകുമെന്ന് മനസ്സിലാകുമായിരുന്നു. ശരിക്കും അവരിപ്പോൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യകാലങ്ങളിരുന്ന് ഇപ്പോൾ വരും കർത്താവ്, ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അതിൻ്റെ വചനങ്ങളുണ്ട് ഇപ്പോൾ വരുന്നത്. പക്ഷേ വരാൻ വൈകുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. 10:25 മണവാള ഇപ്പം നമ്മൾ ഇമ്മീഡിയറ്റ് പരൂസ്യ എന്നും പറഞ്ഞ ആദിമസഭയെ കുറേ കാലം വിശ്വസിച്ചതാണ്. അതായത് ഇപ്പം കർത്താവ് വരുമെന്ന്. പക്ഷേ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് മണവാളൻ വരാൻ വൈകും. അതാണ് മണവാളനെ കൊടുത്തിരിക്കുന്ന കാര്യം. അപ്പോൾ എന്നാ പറ്റിയിരിക്കണത്? എത്ര വൈകിയാലും നമ്മുടെ കയ്യിൽ എന്തുണ്ടാകണം? കൃപയുണ്ടാകണം. നമ്മുടെ കയ്യിൽ കൃപയുണ്ടാകണം. നമുക്ക് കൃപാവര പ്രവൃത്തികൾ ഉണ്ടാകണം. അതുകൊണ്ട് എന്താണ്? ജാഗ്രതയുണ്ടാകണം ഈ വിഷയത്തിൽ. ഉടമ്പടി നിങ്ങളെ ഉയർത്തണം അങ്ങനെയാണ്. പക്ഷെ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവസ്നേഹത്തോടെ ചെയ്യണമെന്നാണ് ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ചുരുക്കം. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 നിലനിൽപ്പിന്റെ വരം നൽകി ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കുക. ഈശോയെ തന്നെ നോക്കുക. ഓൺലൈനിലുള്ളവരും ആദരവോടെ മുട്ടെഴുന്നുകൊണ്ടാണ് ഈ സൗഖ്യ പ്രാർത്ഥന പങ്കെടുക്കേണ്ടത്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെയും സന്തോഷത്തോടെയും പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഈ സമയം ഒരു വല്ലാത്ത സമയമാണ്. കർത്താവിൻ്റെ കൃപ അനേക മക്കളിലേക്ക്, എല്ലാ രാജ്യങ്ങളിലേക്കും കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ സഹായിക്കുന്ന കൃപയാണ്. അത്തരം സാക്ഷ്യങ്ങൾ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. ആരാധന നടക്കുന്ന സമയം, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സമയം,
ദുരന്തം ഉണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ സമയം, ജീവിത ദുരന്തങ്ങൾക്കെല്ലാം പ്രതിവിധി പ്രാർത്ഥനയാണെന്ന് നമ്മൾ പറഞ്ഞത് പരിശുദ്ധ അമ്മയാണ്. അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായിട്ടാണ് നമുക്ക് ഉടമ്പടി പ്രാർത്ഥന ദൈവം നൽകിയത്. അതാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോഴ് ഉടമ്പടി ഒരു പ്രവർത്തനം മാത്രമല്ല, ഒരു ജീവിതമാണ്. കർത്താവേ, നിൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. ഈശോ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. കർത്താവേ, കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പഴുതാർന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും മകളുടെ മേലും ഇപ്പോൾ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടിപ്പിടർ പോലെ, വൈദ്യാഘാതം പോലെ, ദൈവിക ശക്തി ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. രോഗികളായ എല്ലാ മക്കളെയും തിരുത്താൽ കഴുകി സുഖപ്പെടുത്തണമേ. സൗഖ്യം നൽകണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മകനെപ്പോലും മകളെപ്പോലും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന, നാമം വിളിച്ചപേക്ഷിക്കുന്ന ഒരു മകനെപ്പോലും കർത്താവ് ഒഴിവാക്കത്തില്ല. നിങ്ങൾ ധൈര്യമായിട്ട് രോഗമുള്ള ഇടത്ത് കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ, ഈ അൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ മാരക രോഗങ്ങൾ, തീരവേദികൾ, ജീവിത ദുരിതങ്ങൾ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, നിന്റെ ശക്തി ഒഴുക്കണമേ. കർത്താവേ, നിന്റെ രക്തം ഒഴുക്കണമേ. കർത്താവേ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ പേശികളിലും, കോശങ്ങളിലും, അസ്ഥികളിലും, സന്ധികളിലും വാതരോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, പിസ്വ രോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ, കരരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ബ്രെയിൻ്റെ അസുഖങ്ങൾ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, മാരക രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന. എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്വരത്തിലെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അടിപ്പിണറിൻ്റെ സൗഖ്യത്തിൻ്റെ സമയമാണിത്. ദൈവികമായ കൃപ നമ്മളിലെ ഓളം മുട്ടുന്ന സമയമാണിത്. കർത്താവ് ഒരു മനുഷ്യനെ പോലും കണ്ണീരോടെ വരും കൈയോടെ പറഞ്ഞു വിടത്തില്ല. അവർ കണ്ണുനീരോടെയാണ് വരുന്നത്. ഞാനവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞേക്കുമെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനം ഇപ്പോൾ നിന്നെ ആശ്വസിപ്പിക്കുന്ന സമയമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിറയണമേ. നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. അതാവരണമേ, വരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. കൈകൾ കൂപ്പിക്കൊണ്ട് കർത്താവിനെ തന്നെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ, വിവാഹം ഒത്തുവരാത്ത മക്കൾ. കൈകൾ കുപ്പി കണ്ണുകൾ തുറന്ന് കർത്താവിനെ നോക്കിക്കൊണ്ട് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ, വിവാഹം ഒത്തുവരാത്ത മക്കൾ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, പരസ്പരം വിഘടിച്ച് വഴക്കിട്ട് അകന്നുപോയി കോടതി കേസാകാൻ പോകുന്ന ദമ്പതികൾ,
ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വീട് സ്ഥലവുമില്ലാത്തവർ, മക്കൾ വിദേശങ്ങൾ പഠിക്കാൻ പോയിട്ട് അവർക്ക് പരീക്ഷ എഴുതാൻ പറ്റാതെ നിൽക്കുന്നവർ, അവർക്ക് ജോലി കിട്ടാത്തവർ, PR കിട്ടാത്തവർ, അവർക്ക് വാടക വീട് പോലും കിട്ടാതെ അലയുകയും ഇപ്പോഴും ഇവിടുന്ന് പൈസ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നവർ, നാട്ടിൽ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വളരെ സാമ്പത്തികമായ തകർച്ചകളിലൂടെ കടന്നു പോകുന്നവർ, സ്ഥലം വിൽക്കാനുള്ളവരെ വിൽക്കാൻ പറ്റാത്തവർ, രക്ഷപ്പെടാനോ വീട് സ്ഥലവും പോലും ഇല്ലാത്തവർ, എല്ലാം കൊണ്ടും തരിപ്പണമായി ഞെരിഞ്ഞമരുന്നവർ, മാതാവേ, അമ്മ മാതാവേ, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഉടമ്പടി നൽകിയ അമ്മ, പരിശുദ്ധമ്മ ദേവമാതാവേ, ഈശോയുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എന്തെല്ലാം വിധത്തിൽ ആരെല്ലാം ഏതെല്ലാം വേദന അനുഭവിക്കുന്നോ സഹായിക്കാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത അവസ്ഥകൾ ദൈവത്തിൻ്റെ കരുണ, അമ്മയുടെ പ്രത്യേക കാരുണ്യം ആദ്യത്തോടെ യേശു നാമത്തിൽ നിന്റെ വിടുതൽ പ്രാപിക്കുകയും സൗഖ്യപ്പെടുകയും ചെയ്യട്ടെ. ശ്രദ്ധിക്കട്ടെ. സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. മുട്ടി നിൽക്കുക. മൗനപ്രാർത്ഥനയുടെ സമയമാണ്. അച്ഛൻ വിട്ടുപോയ വിഷയങ്ങൾ, എൻ്റെ മക്കൾ സ്വകാര്യ കാര്യങ്ങൾ കണ്ണീരുടെ മാതാവിൻ്റെ മധ്യശീശയ്ക്ക് സമർപ്പിക്കുക. ഓൺലൈനിലുള്ളവർ ഇപ്പോഴത് തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സാധിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവികാരണി സന്നിധിയിൽ നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉടമ്പടിയിൽ നിന്നുകൊണ്ട് ദൈവസ്നേഹത്തെ പ്രതി കൃപാവര പ്രവൃത്തികൾ ചെയ്ത് നിത്യമഹത്വം കരയേറ്റുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവികാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ